യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യമാണ്. ഈ മലബാർ സൗത്ത് സോണിന്റെ ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഒടുവിലത്തെ രാത്രിയിൽ ദൈവത്തിന്റെ വചനവുമായി ദൈവസന്നിധിയിൽ ഇങ്ങനെ നിൽപ്പാൻ ദൈവം ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങൾക്കായിട്ട് ദൈവത്തിന് മഹത്വം. ഈ സോണിന്റെ ചുമതല വഹിക്കുന്ന ബഹുമാന്യ കർത്തൃദാസന്മാർ, വിശേഷിച്ച് ബഹുമാനപ്പെട്ട ജിമ്മി പാസ്റ്റർ, ഇന്ന് രാത്രിയിലെ യോഗാധ്യക്ഷൻ, ഈ മലബാർ സൗത്ത് സോൺ ഇന്ത്യ പെന്തക്കോസ്തിന്റെ സൗത്ത് സോണിൽ പ്രവർത്തിക്കുന്ന ബഹുമാന്യരായ എല്ലാ കർത്തൃദാസന്മാർ, സഭകൾ, കൂടപ്പെട്ടിരിക്കുന്ന എല്ലാ മാന്യ ദൈവമക്കൾ, അനുഗ്രഹിക്കപ്പെട്ടതായ ഗായക സംഘം, മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവര്, ഇതിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ച് അധ്വാനിച്ച പ്രിയപ്പെട്ടവർ എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ വന്ദനം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിനു മുമ്പ് ഈ സഭയിൽ വന്ന് ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം സാവകാശം ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ ഒന്നിച്ച് എല്ലാവർക്കൂടെ സമ്മേളിപ്പാൻ ദൈവം ഇടയാക്കി. ഈ യോഗത്തിൽ ശുശ്രൂഷിപ്പാൻ ലഭിച്ച അവസരം വലിയ പദവിയായിട്ട് കരുതുന്നു. ക്ഷണിച്ച ചുമതലപ്പെട്ടവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ ഇന്ന് രാത്രിയിലെ ശുശ്രൂഷ കഴിഞ്ഞ് നാളെ പകൽ ഇവിടെ വെച്ച് സഭായോഗത്തിൽ സംബന്ധിപ്പാനാണ് കടന്നു വന്നിരിക്കുന്നത്. ദൈവം കൃപ ചെയ്യേണ്ടതിന് നിങ്ങളുടെ പ്രാർത്ഥന വീണ്ടും അപേക്ഷിക്കുന്നു. ഈ രാത്രിയിലെ ദൈവവചന ധ്യാനത്തിന് പരിചിതമായ വാക്യമാണ് വായിച്ചത്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യമാണ്. ഉപവാസ പ്രാർത്ഥനയായതുകൊണ്ട് ആ നിലയിൽ ഇന്ന് രാത്രി തിരുവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ശാന്തമായിട്ട് ചിന്തിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശ്രേഷ്ഠരായ ദൈവദാസന്മാരെ ദൈവം ഇവിടെ അയച്ചല്ലോ. അവരിൽ കൂടി വളരെ വിലപ്പെട്ട ആലോചന ദൈവം നിങ്ങളോട് അറിയിച്ചതോർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ആ ദൈവദാസൻ ശുശ്രൂഷകളെയും ദൈവം വീണ്ടും ആദരിക്കട്ടെ. ഇന്ന് രാത്രി ദൈവവചനത്തിൽ നിന്ന് അല്പമായി നമുക്ക് ചിന്തിക്കാം. പ്രിയ പേജായും പറഞ്ഞതുപോലെ കൃത്യം 9 മണിക്ക് ശുശ്രൂഷ അവസാനിപ്പിക്കുവാനാണ് ഞാനും കർത്താവിൽ ശരണപ്പെടുന്നത്. വായിച്ച തിരുവചനം ഒരിക്കൽ കൂടി ദൈവദാസൻ വായിച്ചു. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങും, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് കർത്താവേ കർത്താവേ നോക്കി കാണ്ട കർത്താവേ നോക്കി കാണ്ട പാർത്തലോ സാത്താന്റെ ധിക്കാരത്തെ നീക്കുവാനായി പ്രിയം, സാത്താന്റെ ധിക്കാരത്തെ നീക്കുവാനായി പ്രിയം. താമസം എന്താണോ വന്നിടാനേശു, താമസം എന്താണോ താമസം എന്താണോ വന്നിടാനേശു, താമസം എന്താണോ.
കാത്തിരുന്നെന്റെ മനം കാന്താനിൻ കാത്തിരുന്നെന്റെ മനം കാന്താനിൻ വരവിനായി കാത്തിരുന്നെന്റെ മനം കാന്താനിൻ വരവിനായി കാത്തിരുന്നെന്റെ മനം കാന്താനിൻ വരവിനായി കാത്തിരുന്നെന്റെ മനം കാന്താനിൻ വരവിനായി കാത്തിരുന്നെന്റെ മനം വെന്തുരുകുന്നു കണ്ണും മങ്ങുന്നു മാനുവേലേ വെന്തുരുകുന്നു കണ്ണും മങ്ങുന്നു മാനുവേലേ താമസം എന്താഹോ വന്നിടാനേശു താമസം എന്താഹോ താമസം എന്താഹോ വന്നിടാനേശു താമസം എന്താഹോ കൊള്ളും പിശാചിലോകം എത്ര നാൾ ഭരിച്ചു കൊള്ളും എത്ര നാൾ പറഞ്ഞു കൊള്ളും അപവാദങ്ങൾ ശുദ്ധിമാന്മാരുടെ കർത്താവേ നോക്കിക്കാണ്ട പാതലത്തിൽ ദുരിത കർത്താവേ നോക്കിക്കാണ്ട പാതലത്തിൽ ദുരിത കർത്താവേ നോക്കിക്കാണ്ട പാതലത്തിൽ ദുരിത കർത്താവേ നോക്കിക്കാണ്ട പാതലത്തിൻ ദുരിത കർത്താവേ നോക്കിക്കാണ്ട പാർത്തലത്തിൻ ദുരിത കർത്താവേ നോക്കിക്കാണ്ട പാർത്തലത്തിൻ ദുരിത കർത്താവേ നോക്കിക്കാണ്ട പാതലത്തിൻ ദുരിത കർത്താവേ നോക്കിക്കാണ്ട പാർത്തലത്തിൻ ദുരിത സാത്താന്റെ ധിക്കാരത്തെ നീക്കുവാനായി പ്രിയ സാത്താന്റെ ധിക്കാരത്തെ നീക്കുവാനായി പ്രിയ താമസം എന്തഹോ വന്നിടാനേശു താമസം എന്തഹോ താമസം എന്തഹോ വന്നിടാനേശു താമസം എന്തഹോ
ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഇവിടെ കൂടപ്പെട്ടിരിക്കുന്നതിൽ സിംഹഭാഗം ആൾക്കാരും പെന്തിക്കോസുകാരാ. അതിൽ ഏറെ പേരും പഴയ പെന്തിക്കോസുകാരുമാണ്. പല പ്രിയപ്പെട്ടവരും കർത്താവിന്റെ വേലയിൽ നന്നായി പ്രവർത്തിക്കുന്നവരും ശോഭിക്കുന്നവരും. സൂചന തന്നത് വചനത്തെ പറ്റി നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ദൂരത്തിരുന്ന് ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ അവർക്കും ഈ ദൈവവചനം മനസ്സിലാകുന്നവരാ. അതുകൊണ്ട് ഇന്ന് രാത്രി ആ നിലയിൽ ചില കാര്യങ്ങൾ ചിന്തിക്കാം. പുതിയ നിയമത്തിലെ ലേഖനങ്ങളിൽ വളരെ ഈടുറ്റ ലേഖനമാണ് യാക്കോബിന്റെ ലേഖനം. ഈ 21 ലേഖനങ്ങളിൽ വേദ പഠിതാക്കൾ പറയുന്നത് 2 ലേഖനങ്ങൾ സമാന്തരമായ 2 രേഖ പോലാണ്. ബൈബിൾ സ്കൂളിലൊക്കെ അങ്ങനെ പഠിപ്പിക്കാറുണ്ട്, സമാന്തരമായ 2 രേഖ പോലെ. ഇപ്പൊ ചിലര് ഉപദേശിമാരാകുന്നത് ബൈബിൾ സ്കൂളിലൊന്നും പഠിക്കാറില്ല, ഒറ്റ രാത്രി കൊണ്ട് ഉപദേശിയാകുക. ഞാനും ഇരിക്കുന്ന കർത്തദാസന്മാരൊക്കെ പലരും ബൈബിൾ സ്കൂളിൽ പഠിച്ചവരാ. അവിടെ പറയുന്ന ജോലിയൊക്കെ ചെയ്ത്, ഡ്യൂട്ടിയൊക്കെ ചെയ്ത്, അവിടെ താമസിച്ച്, പ്രായമുള്ള ദൈവദാസന്മാർ ബാഗുമൊക്കെ എടുത്തുകൊണ്ട് കൊടുത്ത്, എന്നേക്കാൾ കുറച്ചുകൂടെ പഴക്കമുള്ളവർക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. അവരുടെ വസ്ത്രമൊക്കെ കഴുകി. അതൊന്നും അടിമപ്പണിയല്ല, ശുശ്രൂഷകയുടെ ഭാഗമാണ്. ചില ധരിക്കുന്നത് അടിമപ്പണിയാണ്, അവരാരും രക്ഷപ്പെടുകയില്ല. എന്നാൽ ഇത് പൂർണ്ണ സമർപ്പണത്തോടെ ചെയ്തവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അടുത്ത സമയത്തും നമ്മുടെ ബഹുമാനപ്പെട്ട ടി.എ. ചെറിയാച്ചാൻ, കുഞ്ഞാപ്പിച്ചായൻ പറഞ്ഞു, എന്നോട് പറഞ്ഞതാ, ഞാന് ഉണ്ണുണ്ണി സാറിന്റെ കൂടെ സന്തത സഹചാരിയായിട്ട് 20 കൊല്ലം ഉണ്ടായിരുന്നു. അതിലും കൂടുതൽ വർഷമുണ്ടെങ്കിലും കൂടെ 20 കൊല്ലം സാറപ്പച്ചന്റെ കൂടെ. അത് പറഞ്ഞു നിർത്തിയേച്ച് പറഞ്ഞു, അതെനിക്ക് അനുഗ്രഹമായിരുന്നു. ഇപ്പൊ ഈ പ്രായമുള്ള ദൈവദാസന്മാരും ഒന്നും ഇഷ്ടമല്ല. അവര് അങ്ങനെ പിള്ളേര് കളിയാ. ഞാൻ ആ ഭാഗത്തേക്ക് പിന്നെ വരുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പൊ എടുക്കുന്നില്ല. ചില കഴിയട്ടെ. തൊടു കഴിക്കാൻ എന്തിനാ കയറി അവിടെ പറയാനേ. പ്രായമുള്ളവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. സ്തോത്രം. അപ്പൊ നിങ്ങളെ ഈ വിശ്വാസ മാർഗത്തിൽ വളരെ പരിജ്ഞാനമുള്ളവരെ. അപ്പൊ ബൈബിൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്, പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളിൽ 2 ലേഖനങ്ങൾ സമാന്തരമായ 2 രേഖ പോലാണ്. ഒന്ന് നമുക്കറിയാം, റോമാലേഖനവും, 2 യാക്കോബിന്റെ ലേഖനവും. കാരണം ഈ 2 ലേഖനത്തിൽ ലേഖനകർത്താക്കൾ 2 വിഷയം അരക്കിട്ടുറപ്പിക്കുക. നമുക്കറിയാം, റോമാലേഖനത്തിൽ വിശ്വാസത്താലുള്ള നീതീകരണം. പഴയ നിയമ പ്രവചന പുസ്തകത്തിലെ വാക്യം അല്ലെങ്കിൽ എടുത്ത് പൗലോസ് ആ കാര്യം വളരെ കർക്കശമായി തെളിയിച്ചു. വിശ്വാസത്താലുള്ള നീതീകരണം. വിശ്വാസത്താൽ ഒന്നും നടക്കത്തില്ല, എല്ലാം വിശ്വാസത്താൽ അധിഷ്ഠിതമാണ്. എന്നാൽ യാക്കോബ് അപ്പോസ്തലൻ അതിനെ ഖണ്ഡിക്കുന്നില്ല. യാക്കോബ് പറയുന്നത് വിശ്വാസം നല്ലതാ, പക്ഷെ പ്രവൃത്തി വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇത് സമാന്തരമായ 2 രേഖ പോലെ ഈ 2 ലേഖനം വന്ന കൂട്ടിമുട്ടുന്നില്ലെങ്കിൽ ഒരേപോലെ പോവുക. മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞ റെയിൽവേ പാളം പോലെ രണ്ടും കൂടെ കൂട്ടിമുട്ടുന്നില്ലെങ്കിൽ ഒരേപോലെ പോവുക.
ആട്ടെ, ഒരു ദൈവവചനെ സംബന്ധിച്ച് വിശ്വാസം വളരെ അത്യാവശ്യമാ, അതിലും അത്യാവശ്യമാ പ്രവൃത്തി. ഇത് രണ്ടും ബാലൻസ് കൊണ്ടുപോകണം. ഒരു പക്ഷിയുടെ രണ്ട് ചിറക് പോലാണ് വിശ്വാസവും പ്രവൃത്തി. ആട്ടെ, നാം ഇന്ന് രാത്രി യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യമാണ് ചിന്തയ്ക്കെടുത്തത്. ചില ആൾക്കാര് പറയുന്നത് യാക്കോബ് പ്രവൃത്തിക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിട്ടില്ല. ആ പ്രവൃത്തിക്കാണ് പ്രാധാന്യം കൊടുത്തത്, രക്ഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ലെന്നാ ചിലരുടെ വാദം. പ്രവൃത്തിയെ ഊന്നിയാണ് യാക്കോബ് കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. രക്ഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ലെന്ന. എന്നാൽ യാക്കോബിന്റെ ലേഖനം നന്നായി ധ്യാനിക്കുന്നവർക്ക് മനസ്സിലാകും, യാക്കോബിനെ പോലെ രക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്ത ഒരാൾ വേറെ ഇല്ലെന്നാ എന്റെ വാദം. മറ്റുള്ളവരെല്ലാം രക്ഷയെപ്പറ്റി പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പല ഇടങ്ങളിൽ പരാമർശിക്കുന്നെങ്കിലും യാക്കോബ് രക്ഷയെപ്പറ്റി പരാമർശിക്കുന്നത് 3 വിധത്തിലെ രക്ഷയാ. 1 ആത്മരക്ഷ, 2 പ്രാണരക്ഷ, 3 ദേഹരക്ഷ. അങ്ങനെ മറ്റ് ലേഖനം എഴുതിയവരാരും പറയുന്നില്ലെന്നുള്ളതാ അവരുടെ ലേഖനങ്ങളിൽ കുറച്ചുകൂടെ ശ്രേഷ്ഠം. അപ്പോൾ ആത്മരക്ഷ, പ്രാണരക്ഷ, ദേഹരക്ഷ, 3 വാക്യം ഒന്ന് വായിക്കുമ്പോൾ ആ 3 രക്ഷയെ പറ്റി ഈ ലേഖനത്തിൽ കൊടുത്തിട്ടുണ്ട്. 1-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യവും 2-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യവും 5-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യവും ഒന്ന് ക്രമത്തിൽ വായിച്ച് സഹായിക്കാമെങ്കിൽ നന്ന്. 1-ന്റെ-21. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയും ദുഷ്ടതയുടെ ആധിക്യവും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും രക്ഷിപ്പാൻ. അപ്പൊ അവിടെ ആത്മരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുക, നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ. 5-ാം അധ്യായത്തിന്റെ 19-20 ഒടുവിലത്തെ 2 വാക്യം. 5-ന്റെ-19-20. സഹോദരന്മാരെ, നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോകും. സഹോദരന്മാരെ, നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോകുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ പാപിയെ നേർവഴിക്ക് ആക്കുന്നവൻ അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും. അപ്പോൾ അവിടെ ആ വാക്യം നന്നായിട്ട് വായിച്ച പ്രാണരക്ഷ, പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കണം. അപ്പൊ ഒറ്റ വാക്യം പറഞ്ഞ പ്രാണരക്ഷ. 1-ാം അധ്യായത്തിന്റെ 21-ൽ ആത്മരക്ഷ, 5-ാം അധ്യായത്തിന്റെ 19-20-ൽ പ്രാണരക്ഷ. നിന്ന് വിവരിക്കുന്നില്ല, വിഷയം അതല്ലാത്തത് കൊണ്ട്. അപ്പൊ 1-ാം അധ്യായത്തിൽ ആത്മരക്ഷയ, അത് യേശു ക്രിസ്തുവിൽ കൂടി മാത്രം, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നസറയനാകുന്ന യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം എന്ന് പറഞ്ഞാൽ കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാരം കൊണ്ടോ അനുഷ്ഠാനം കൊണ്ടോ രക്ഷിക്കപ്പെടുകയില്ല. ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് രക്ഷിക്കപ്പെടുകയില്ല, പെന്തിക്കോസ് കുടുംബത്തിൽ കൊണ്ട് രക്ഷിക്കപ്പെടുകയില്ല, പാസ്റ്ററുടെ മോനായതുകൊണ്ട് രക്ഷിക്കപ്പെടുകയില്ല, സെൻട്രൽ പാസ്റ്ററുടെ മോനായതുകൊണ്ടും സ്വർഗത്തിൽ പോകുകയില്ല, സഭ പണിതത് കൊണ്ടോ ഫാൻ മേടിച്ചിട്ടത് കൊണ്ടോ മറ്റ് ഭൗതിക വസ്തുക്കൾ കൊടുത്തത് കൊണ്ടോ അത് തെറ്റാന്നല്ല, നല്ലതാ, പക്ഷെ സ്വർഗത്തിൽ പോകുകയില്ല. ഉപദേശിമാരെ വീട്ടിൽ പാർപ്പിച്ചത് കൊണ്ടോ ഭക്ഷണം കൊടുത്തത് കൊണ്ടോ അതൊക്കെ നല്ല കാര്യം, സ്വർഗത്തിൽ പോകില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഇത് പെന്തിക്കോസുകാരാകുന്ന നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ആരെങ്കിലും അറിവില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാ ഇപ്പൊ പറയുന്നത്. നിങ്ങൾക്ക് ഞാൻ ഇച്ചിരി കഴിഞ്ഞ് തരാം. സ്തോത്രം. എല്ലാരെയും നമ്മൾ പരിഗണിക്കണമല്ലോ. അപ്പോൾ ആത്മരക്ഷ യേശു ക്രിസ്തുവിൽ കൂടി മാത്രം. യാതൊരു പുണ്യപ്രവൃത്തി ചെയ്തത് കൊണ്ടോ ദാനധർമ്മങ്ങൾ ചെയ്തത് കൊണ്ടോ രക്ഷിക്കപ്പെടത്തില്ല. കൃപയാൽ ആമേൻ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കണം. ഈ യോഗങ്ങൾ അതിന് ഇടയാക്കി തീർക്കട്ടെ. അപ്പോൾ ആത്മരക്ഷ അത് വിവരിക്കുന്നില്ല. 2 പ്രാണരക്ഷ, അതാണ് 5-ാം അധ്യായത്തിന്റെ 19-20 പ്രാണരക്ഷ. സമയത്തെ ഭയപ്പെടുന്നതുകൊണ്ട് വിവരിക്കുന്നില്ല. ഇനി ഈ 2 രക്ഷ കൊണ്ട് ഒരു വ്യക്തിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒക്കത്തില്ല.
ആത്മരക്ഷയും പ്രാണരക്ഷയും ഉറപ്പാക്കി. പക്ഷെ ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ദേഹരക്ഷ ആവശ്യമാണ്. ഭക്ഷണം വേണം, വസ്ത്രം വേണം, പാർപ്പിടം വേണം, ഇപ്പോഴത്തെ കാലം അനുസരിച്ച് യാത്ര ചെയ്യാൻ വാഹനം വേണം, വേണ്ടേ? ആത്മരക്ഷ മാത്രം കരസ്ഥമാക്കിയാൽ നമ്മൾ അങ്ങനെ പാലക്കാടിന് പോകും? വണ്ടി വേണ്ടേ? വണ്ടിയൊക്കെ വേണ്ടി ടിക്കറ്റ് എടുക്കണ്ടേ? ടിക്കറ്റ് എടുക്കണേ കാശ് വേണ്ടേ? കാശ് വേണമെങ്കിൽ ദേഹരക്ഷ ആവശ്യമാണ്. അപ്പൊ ദേഹരക്ഷയെ പറ്റി പൗലോസ് യാത്ര പറയുന്നുണ്ട്. 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. സമാധാനത്തോടെ പോയി. 15 മുതൽ വായിച്ചോ, അപ്പൊ കുറച്ചുകൂടെ നന്നാകും. സഹോദരനോ ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുവിൻ എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് നിങ്ങൾ ഈ വകുപ്പും ചട്ടവും പറയുന്നതല്ലാതെ അവന്റെ ദേഹരക്ഷയ്ക്കൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതി ഞാൻ പറഞ്ഞു തരട്ടെ? വേണ്ടേ? മനസ്സിലാകാൻ വേണ്ടിയാ. ഇപ്പോൾ നമ്മുടെ കൂടെ ആരാധിക്കുന്ന സഭയിലാ കൂടുന്നത്? പഴമ്പാലക്കൂട. നമ്മുടെ പേര് ഞാനങ്ങ് മറന്നുപോയി, ഏബ്രഹാം. അപ്പൊ ഇദ്ദേഹത്തിന്റെ സഭയിൽ ഒരു ഉദാഹരണം ഉടക്കൊണ്ടാക്കരുത്. ഇദ്ദേഹത്തിന്റെ സഭയിൽ ഒരു സാധുവായ വിശ്വാസി 1 സെന്റ് ഭൂമിയിൽ കിടക്കാൻ ഇടവില്ല. നമുക്ക് 2 ഏക്കർ സ്ഥലമുണ്ട്. അവനൊരു 10 സെന്റ് സ്ഥലം കൊടുക്കണം. കൊടുത്തേച്ച് വേണം തമ്പയറടിച്ച് ഗ്ലോറി വിക്ടറി കാൽവറി എന്ന് പറയാൻ. എന്നാ നടക്കുവോ? അതാ ശരി. വേണ്ടേ? അവൻ കയറി കിടക്കണ്ടേ? അല്ല തമ്പേർ തല്ലിപ്പെട്ടിച്ചുകൊണ്ട് കാര്യമായോ? ആഴ്ച 3 തമ്പേർ കുമ്പനാട്ടിൽ നിന്ന്. തമ്പേർ വേണ്ടെന്നല്ല, തമ്പേർ അടിക്കരുതെന്നുമല്ല, അവന്റെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ള ചെയ്യണം. നിനക്ക് 10 ഷർട്ടുണ്ട്, നിന്റെ കൂടെ ആരാധിക്കുന്നവന് നല്ലൊരു ഷർട്ടില്ല, ഒരെണ്ണം അവന് കൊടുക്കണം എന്ന് വെച്ച് വകുപ്പ് പറയണം. നിങ്ങളെല്ലാം ശ്വാസം വിട്. നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന എന്തിനാ? ഞാൻ കാര്യം പറഞ്ഞെന്നല്ലേ ഉള്ളു. നിങ്ങൾ ശ്വാസം വിട്ടു, നെഞ്ചു വല്ലം കരുത്. സ്തോത്രം. നീ 2 കോടി 3 കോടി 4 കോടിക്ക് വീട് പണിയുന്നു, ദൈവം തന്നതാ, ഞാൻ എതിർക്കുന്നില്ല. നിന്റെ കൂടെ ആരാധിക്കുന്നതിന് ഒരു മുറി പണിത് ഒരു കഥക് വെച്ച് 2 ഷീറ്റ് ഇടാൻ നിർഭാഗമില്ല. നിന്റെ പട്ടിക്കൂടിന്റെ കാശ് മതി അവന് 2 ഷീറ്റ് ഇട്ട് കൊടുക്കാൻ. കൊടുക്കുന്നവരില്ലെന്ന് ഞാൻ പറയത്തില്ല. പെന്തിക്കോസിനകത്ത് ഇത് ചെയ്യുന്ന 100 കണക്കിന് ദൈവമക്കളുണ്ട്. ഇനിയും അനേകർ ചെയ്യണം. അങ്ങനെ നാം ക്രിസ്തുവിന്റെ പത്രങ്ങളായി ശോഭിക്കണം. സ്തോത്രം. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഈ ടീം പ്രവർത്തനം നടത്തണ്ടായിരുന്നു. നമ്മളിതൊന്നും ചെയ്യാതെ നെടുക നടന്നങ്ങ് ടീം പ്രവർത്തനമാണ്. നമ്മൾ ഇതെന്തേലും ഒന്ന് ചെയ്യാറുന്നേ ഇത്രയും പ്രവർത്തിക്കണ്ട, അവരോട് ഇങ്ങോട്ട് വന്ന് സ്തോത്രം. കേട്ടോ, ഞാൻ ആ ഭാഗം അങ്ങ് വിടുക. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് അവിടെ നിൽക്കാൻ തോന്നുന്നില്ല. ദൈവത്തിന്റെ മകൻ. അപ്പോൾ ആത്മരക്ഷ, പ്രാണരക്ഷ, ദേഹരക്ഷ, ഇത് 3ഉം യാക്കോബ് വളരെ കർക്കശമായി സ്ഥാപിക്കുക. അപ്പം ഈ ലേഖനം രക്ഷയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ലേഖനമായ യാക്കോബിന്റെ ലേഖനം. അതെ, ഈ യാക്കോബിന്റെ ഓടിച്ചു പോവുക. യാക്കോബിന്റെ ലേഖനത്തിൽ നമുക്കറിയാം 5 അധ്യായങ്ങളാണ്. ഈ 5 അധ്യായങ്ങൾ വേഗത്തിൽ ഓടിച്ചൊന്ന് അപഗ്രഥിച്ച് പഠിച്ചാൽ ഓരോ അധ്യായത്തിലും ഓരോ വിഷയങ്ങളായിട്ടാണ്. ഒരു വിഷയമല്ല, നമുക്കിതൊന്ന് ഓടിച്ച് മനസ്സിലാക്കാൻ. 1-ാം അധ്യായത്തിൽ പരീക്ഷയെ സംബന്ധിച്ച വിഷയം. 2-ാം അധ്യായത്തിൽ പ്രവർത്തിക്ക് ആ കുഞ്ഞുങ്ങളെ ശാന്തമാക്കി കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളോ ചുമതലപ്പെട്ടവരോ അപ്പൊ ശ്രദ്ധിക്കുക. 1-ാം അധ്യായത്തിൽ പരീക്ഷയെ സംബന്ധിച്ച വിഷയം. 2-ാം അധ്യായത്തിൽ പ്രവൃത്തിക്ക് ഊന്നൽ കൊടുക്കുവാൻ ഊന്നി പറയുന്നു. 3-ാം അധ്യായത്തിൽ നാവിന് നിയന്ത്രണം ഏർപ്പെടുത്തണം. 4-ാം അധ്യായത്തിൽ ആത്മീക പോരാട്ടം. 5-ാം അധ്യായം യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത.
5 വാക്യം വായിക്കാം. 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യവും 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യവും 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യവും 4-ാം അധ്യായത്തിന്റെ നമ്മുടെ കുറുവാക്യം 7-ാം വാക്യവും 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യവും 1-ന്റെ 12-ാം. പരീക്ഷ സഹിക്കുന്ന അപ്പൊ മനുഷ്യൻ 1-ാം അധ്യായത്തിൽ പരീക്ഷയെ സംബന്ധിച്ച പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇനി 2-ാം അധ്യായം പ്രവൃത്തിക്ക് 2 സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത്? എന്തോ ഉപകാരം. അപ്പൊ പ്രവൃത്തിക്ക് ഊന്നൽ കൊടുക്കുന്നു. 3-ന്റെ 5. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവം നാവ് ചെറിയ അവയവം എങ്കിലും വളരെ വമ്പ് പറയുന്നു. അപ്പൊ നാവിന് നിയന്ത്രണം. 4-ാം അധ്യായത്തിന് നമ്മൾ കുറുവാക്യമാണ്. എതിർത്ത് നിൽപ്പീൻ. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. അപ്പൊ ഒരു പോരാട്ടമാണ്. എതിർത്ത് നിൽക്കണം. 5 യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത 5-ന്റെ 7. എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ. അപ്പൊ ശ്രദ്ധിക്കുക, വേഗത്തിൽ പഠിപ്പാൻ 5 അധ്യായം അപഗ്രഥിച്ചൊന്ന് ഓടിച്ചു പഠിച്ചാൽ 1-ാം അധ്യായത്തിൽ പരീക്ഷയെ സംബന്ധിച്ച്, 2-ാം അധ്യായം പ്രവൃത്തിക്ക് ഊന്നൽ കൊടുക്കുന്നു, 3-ാം അധ്യായത്തിൽ നാവിന് നിയന്ത്രണം, 4-ാം അധ്യായത്തിൽ ആത്മീക പോരാട്ടം, 5-ാം അധ്യായം യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അത് ഒന്ന് ഓടിച്ച് പറഞ്ഞ് നമ്മൾ എടുത്ത വാക്യത്തിൽ വന്ന് കൃത്യസമയത്ത് നിർത്തണമല്ലോ. അതുകൊണ്ടാണ് 1-ാം അധ്യായത്തിൽ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഈ ക്രിസ്തീയ ജീവിതത്തിൽ പരീക്ഷ സഹിക്കുന്നത് ഭാഗ്യമാണ്. എന്നാൽ നമ്മുടെ അജ്ഞത കൊണ്ടാണോ, അറിവുകേട് കൊണ്ടാണോ, അതോ ഇനി ഇങ്ങനെ പിന്തുടർച്ച വന്നത് കൊണ്ടാണോ, എന്തെങ്കിലും ഒരു പരീക്ഷയോ പ്രശ്നമോ വന്നാൽ നമുക്കത് സഹിക്കാൻ താല്പര്യവുമില്ല. ഉടനെ നമ്മളത് മാറിപ്പോകാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുക. എന്തേലും ഒരു പരീക്ഷയോ പ്രതിസന്ധിയോ വന്നാൽ ഉടനെ നമ്മളത് മാറിപ്പോകാൻ ഉപവസിക്കുക. പാസ്റ്ററോട് പറയും, പാസ്റ്ററെ ചില പരീക്ഷകളുണ്ടെന്നാണ് ദൈവാത്മാവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലൊരു 3 ദിവസം അടിയന്തരമായിട്ട് ഉപവാസ പ്രാർത്ഥന. ഈ അടിച്ചു പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂടെ, പാസ്റ്ററുടെ അറിവിൽ ആരെങ്കിലും ബന്ധനം അടിക്കുന്നവരുണ്ടെങ്കിൽ, എന്താന്ന് വെച്ചാൽ ഇത് വരുന്ന പ്രശ്നം അങ്ങ് പരീക്ഷ മാറണം. എന്നാൽ പുസ്തകം പഠിപ്പിക്കുന്ന പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. നീ ഒരു ശരിയായ ദൈവവൈതലാണോ ഇല്ലയോ എന്ന് അറിയുന്നത് പരീക്ഷ കഴിയുമ്പോഴാണ്. അല്ല, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അടുത്ത പദം, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം. അപ്പൊ ഈ പരീക്ഷ കഴിയുമ്പോഴാ ആളെങ്ങനെ ഉണ്ടെന്ന് തെളിയുന്നേ. ആളെങ്ങനെ ഉണ്ടെന്ന് ഈ ഉദാഹരണം ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്കും അറിയാം. ഈ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേര് ഉഴപ്പം പിള്ളേരുണ്ട്. ക്ലാസ്സിൽ കയറുകയില്ല, അന്നുള്ള പോഷൻ പഠിക്കുകയില്ല, അഥവാ ക്ലാസ് കയറിയ ടീച്ചറെ ശ്രദ്ധിക്കത്തില്ല, പിള്ളേരുമായിട്ട് കൂട്ടുകൂടി ഉഴപ്പി നടക്കുക, വീട്ടിൽ വന്നാലും പഠിക്കുകയില്ല. ഇങ്ങനെ ഉഴപ്പുന്ന പിള്ളേരുണ്ട്. അങ്ങനെ ഉഴപ്പന്മാരായ പിള്ളേര് പണ്ടത്തെ പരീക്ഷകൾ പഴയ ഞങ്ങളുടെ നാട്ടിലെ രീതി വെച്ചാൽ, ഇവിടുത്തെ എനിക്ക് അറിയത്തില്ല, എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ നിങ്ങളങ്ങ് പൊറുക്കണം. പണ്ട് എൻ്റെ കുഞ്ഞുനാളില്, നിങ്ങളിൽ പലരുടെയും കുഞ്ഞുനാളിൽ പരീക്ഷകൾ, സ്കൂളിലെ പരീക്ഷ ഇങ്ങനെ പറയുന്നത്, ഓണപ്പരീക്ഷയും ക്രിസ്തുമസ് പരീക്ഷയും വലിയ പരീക്ഷയും. ഇവിടെ അങ്ങനെയാണെന്ന് അറിയത്തില്ല, ഇവിടെ അങ്ങനെയൊക്കെ തന്നെ. ഓണപരീക്ഷയും ക്രിസ്തുമസ് പരീക്ഷയും വലിയ പരീക്ഷ. അപ്പം ഈ ഉഴപ്പി അടിച്ചു നടക്കുന്ന പിള്ളേർക്ക് വലിയ പരീക്ഷയുടെ ദിവസം വരുമ്പം എപ്രാളമാണ്. കാരണം അവരൊന്നും പഠിച്ചിട്ടില്ല, ഹോംവർക്ക് ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല, ക്ലാസ്സിൽ കയറിയിട്ടില്ല, കയറിയാൽ തന്നെ ശ്രദ്ധിച്ചിട്ടില്ല, പിള്ളേരുമായിട്ട് കൂട്ടുകൂടി ഉഴപ്പി നടക്കുകയായിരുന്നു ഒരു വർഷം. എന്നാലാ വലിയ പരീക്ഷ വരുന്നു. അപ്പൊ അവന്റെ ചിന്തയും പ്രാർത്ഥനയും, ദൈവമേ സ്കൂളിന് തീ പിടിക്കണേ, ക്ലാസ് ടീച്ചർ ചത്തുപോണേ, ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം കത്തിക്കണേ ആരെങ്കിലും, കാരണം പരീക്ഷ എഴുതണ്ടല്ലോ. എന്നാൽ മറുവശം നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരുണ്ട്. ഒറ്റ അറ്റൻഡൻസ് പോലും വിടാതെ സ്കൂളിൽ ചെന്ന് ആ ക്ലാസ്സിൽ വളരെ ശ്രദ്ധിച്ച്, ടീച്ചർ പഠിപ്പിക്കുമ്പോൾ ടീച്ചറെ വളരെ ശ്രദ്ധിച്ച് നോക്കി, ഹോംവർക്ക് ഉണ്ടെങ്കിൽ അത് അന്നന്ന് ചെയ്ത്, അന്നുള്ള പോർഷൻ അന്നന്ന് പഠിച്ച് എല്ലാം ഹൃദിസ്ഥമാക്കി വളരെ തിട്ടമായിട്ട് പഠിക്കുന്ന പിള്ളേരുടെ ഉള്ളിലെ ആഗ്രഹം എന്നാണെന്നറിയോ? വലിയ പരീക്ഷ വരണേ, വലിയ പരീക്ഷ വരണേ, വലിയ പരീക്ഷ വരണേ. അവൻ ആ ഡേറ്റ് കാണുമ്പോൾ സന്തോഷമാണ്.
എല്ലാ ദിവസവും തന്നെ കലണ്ടറെ നോക്കും. 8, 9, 8 മുതൽ 15 വരെ വലിയ പരീക്ഷ. ദൈവമേ എത്രയും പെട്ടെന്ന് ആ ഡേറ്റ് ആകണേ. കാരണം എല്ലാം പഠിച്ചിരിക്കുക. കാരണം ഈ പരീക്ഷ കഴിയുമ്പോഴാ ഇവൻ തെളിഞ്ഞു വരുന്നത്. മറ്റവന്റെ ചിന്തയോ സ്കൂളിൽ നിന്ന് തീ പിടിക്കണമെന്ന്. പഠിച്ചവനോ പരീക്ഷ വരട്ടെന്ന്. എന്താ ഇത് പറഞ്ഞ്? ആത്മീകത്തിലും ഇതൊക്കെ തന്നെ. രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് പിന്നെ ഉഴപ്പ. സഭയിലും വരികയില്ല, കൂട്ടായ്മ ആചരിക്കത്തില്ല, സഭയുടെ ഒരു യോഗത്തിനും വരികയില്ല, സഭായത്തിന് വന്നാൽ തന്നെ പൂർണ്ണമായിട്ടിരിക്കത്തില്ല, താമസിച്ചു വരും, നേരത്തെ പോകുമില്ലേ, സാക്ഷി കഴിയുമ്പോൾ മിറ്റത്ത് ആടും, ദശാംശം കൊടുക്കുകയില്ല, കൈയടിക്കത്തില്ല, പാടുകയില്ല, ആരാധിക്കത്തില്ല, പ്രാർത്ഥിക്കത്തില്ല, ഉപവസിക്കത്തില്ല, ദൈവമക്കളുമായുള്ള ആത്മീക ബന്ധമില്ല, വേറെ പുസ്തകം വായിക്കത്തില്ല, ഒരു കുഞ്ഞുങ്ങളോട് സുവിശേഷം പറയത്തില്ല, ഒരു വീട്ടിൽ കയറി ഒരു സുവിശേഷം പറഞ്ഞിട്ടില്ല. ആമൻ പാടത്തിൽ ചെയ്യാത്തവരുണ്ട്. അവർക്ക് പേടിയാ പരീക്ഷ. അവരാ പറഞ്ഞത്, അടിക്കുന്ന പാസ്റ്റർമാരെ ആരേലും, ചൊല്ലി അടിക്കുന്നവരാരേലും ഉണ്ടോ? കൂടൽ കുഞ്ഞുഞ്ഞോ, വാര്യാവര യോനാച്ചനോ, പത്തിച്ചിറ യോനാച്ചനോ, അഞ്ചൽ ജോർജ് കുട്ടിയോ, ML ജോർജ് കുട്ടിയോ, കൊളക്കട കുഞ്ഞമ്മയോ? കാരണം ഇത് മുഴുവൻ ഉഴപ്പാണ്. എന്നാൽ വിശുദ്ധിയോടെ, വിശ്വസ്തയോടെ, പരമാർത്ഥതയോടെ വചനപ്രകാരം ജീവിക്കുന്ന ദൈവമക്കൾക്ക് പരീക്ഷ വിഷയമല്ല. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പരീക്ഷ വിഷയമല്ല. അവര് പറയും, ഏത് പരീക്ഷ വന്നാലും അതിനെ ജയിക്കുവാൻ എൻ്റെ ദൈവം എനിക്ക് കൃപ തരും. നമ്മുടെ പോരിന്റെ ആയുധം ജഡീകമല്ല, കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തിയാ. അവയാ ഞങ്ങൾ സങ്കല്പങ്ങളും വിചാരങ്ങളും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകി വരുന്ന ഉയർച്ചകളെ, വിചാരങ്ങളെ പിടിച്ചടക്കും. അവർക്ക് ഇതൊന്നും വിഷയമല്ല. സ്തോത്രം. ഉദാഹരണം അബ്രഹാം ജയിച്ചല്ലോ. ജയിച്ചതിന്റെ തുടക്കത്തിലേ ജയിച്ചാ നിൽക്കുന്നത്. അതുകൊണ്ടാ ദൂരെ വെച്ച് ആ സ്ഥലം കണ്ടപ്പം ബാല്യക്കാരോട് പറഞ്ഞ് കഴുതയുമായിട്ട് ഇവിടെ ഇരുന്നാൽ മതി, ഞാനും ചെറുക്കനോടെ പോയി ആരാധിച്ചു. അത് വേർപാടിനെ കാണിക്കുന്നത്. വേർപാട്. നിങ്ങൾ ഈ കഴുതയുമായിട്ട് ഇവിടെ ഇരുന്നാൽ മതി, ഞാനും ബാലനും അവിടുത്തോളം ചെന്ന് ആരാധന കഴിച്ച് ഞാൻ വരുന്നെന്നല്ല, ഞങ്ങൾ തിരിച്ചു വരുമെന്ന്. വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം. അപ്പോൾ പ്രമേണത്തിൽ നിൽക്കുന്നവന് പരീക്ഷ വിഷയമല്ല. ഇവിടെ ഏത് ഗവൺമെന്റ് ഭരിക്കട്ടെ, നമുക്ക് തന്നെ പെന്തിക്കോസുകാരെല്ലാം കൂടെ ഇങ്ങനെ വെപ്രാളം തില്ലുക. നീ വെപ്രാളം പിടിച്ചാവല്ലോ ഇത് മാറുമോ? ഒന്ന് പെന്തിക്കോസുകാരെല്ലാം കൂടെ കമ്മിറ്റി കൂടി ഒപ്പിട്ടു. നമുക്ക് നിവേദനം, ആരുടെ നിവേദനം എവിടെ കൊടുക്കാൻ, എവിടേക്ക് വന്ന, എവിടെയേക്കെന്നൊരു സ്ഥലം വേയിച്ചാൻ പറ. എവിടെയാക്കാനാ? ഒന്നും നടക്കുകയല്ല. സ്തോത്രം. ഉന്നതന് മീതെ ഉന്നതനുണ്ട്, അവന് മീതെ അത്യുന്നതനുണ്ട്. ഇയ്യോ പറഞ്ഞതുപോലെ നീ പറ, ഇപ്പോഴോ എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലുമാ. നമുക്ക് നീതിയുള്ള വിധി ഉയരത്തിന്നാ വരുന്നേ. ഇഷ്ടപ്പെട്ട പാർട്ടിക്ക് വോട്ട് ചെയ്തോണം, പക്ഷെ നീ ഇത് ഗുണം വരുത്തുമെന്നും പറഞ്ഞൊന്നും ചെയ്യണ്ട. ഇന്ന ഗവൺമെന്റ് കയറിയാണ് നമുക്ക് ഗുണം വരുത്തും. ഉടനെ പാസ്റ്റർമാർ വരെ ഇപ്പം പാർട്ടിക്ക് വേണ്ടി. പിന്നെ നമ്മുടെ സഭയെ വിളിച്ച്, നമ്മുടെ സഭ ഇവർക്കുള്ളതാണോ സഭ? ആണോ? അവർക്കുള്ളതാണോ സഭ? സഭ ദൈവമക്കൾ, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ആരാധിക്കാനും സ്തോത്രം ചെയ്യാനുമാണ്. സഭാകുള്ളിലാണ് ഇപ്പം മീറ്റിംഗ് നടക്കുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നില്ലേ? ഞാൻ എന്തെങ്കിലും അപാകത പറഞ്ഞോ ഉണ്ടെങ്കിൽ പറഞ്ഞ് തിരുത്തി തരണം. ഹല്ലേലൂയ. സഭ അതിനുള്ള സ്ഥലമല്ല. ഒരാഴ്ച മുഴുവൻ ദൈവം നിന്നെ നടത്തി. ഒരാഴ്ച മുഴുവൻ നിന്റെ കുടുംബത്തെ നിന്നെ സൂക്ഷിച്ചു. ആ ഒരാഴ്ച തികയുമ്പോൾ ഒന്നിച്ചു കൂടുന്നത് ആമൻ ദൈവത്തെ ആരാധിക്കാനാ, ദൈവത്തിന് നന്ദി അർപ്പിക്കാനാ, ദൈവത്തെ മഹത്വപ്പെടുത്താനാ. അല്ലാതെ ആമൻ പാർട്ടിയുടെ മീറ്റിംഗ് വെക്കാനും ആമൻ വേറെ മീറ്റിംഗ് വെക്കാനല്ല ദൈവസഭ. അങ്ങനെ മീറ്റിംഗ് വെച്ചാൽ അടിച്ച് നിന്നെ ആണപ്പല് ദൈവം തകർക്കും. നമുക്ക് നാളെ യോഗമില്ലല്ലോ വൈകിട്ട്, എന്നാ ഇന്ന് പറഞ്ഞേച്ചങ്ങ് പോയേക്കാം. അതിൽ ഈ ഒടുവിലത്തെ രാത്രി എന്നെ വിളിച്ചത് തന്നെ നന്നായി. ഇടയ്ക്കാ വന്ന് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ അതാകെ. സ്തോത്രം. സഭ ദൈവത്തെ ആരാധിക്കാനുള്ള തലവാ.
അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും BJP-ക്കും കമ്മിറ്റി കൂടി തീരുമാനിക്കാനുള്ള സാധനമല്ല സഭ. ഞാൻ നെന്മാറക്കാരോട് മാത്രമോ ഈ മലബാർ സൗത്ത് സോണലിനോട് മാത്രമല്ല പറഞ്ഞത്, ലോകമെമ്പാടുമുള്ള സകല പെന്തിക്കോസുകാരോടുമാണ്. പിന്നെ ഇവിടെ ഇപ്പം മൈക്ക് കിട്ടി, നിങ്ങൾ ഇരിക്കുന്നതുകൊണ്ട് ഇവിടെ അങ്ങ് പറയുന്നേ ഉള്ളൂ. ഇത് വേറെ സ്ഥലമായിരുന്നേ അവിടെ പറയും. എല്ലാവർക്കും ഉള്ള സന്ദേശമാണ്. സ്തോത്രം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാർട്ടിക്ക് വോട്ട് ചെയ്തോണം, പക്ഷെ സഭയ്ക്കകത്ത് എന്നാ നിങ്ങൾക്ക് ചിലർക്കൊരു പരുവക്കേട് പോലെ. സ്തോത്രം. സഭ ദൈവത്തിൻ്റെതാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആട്ടെ, ഞാൻ അങ്ങനെ നിന്നാൽ അങ്ങനെ അങ്ങ് പോകും. അതുകൊണ്ട് വെറുതെ എന്തിനാ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നത്? ദൈവത്തിന് മഹത്വം. നമുക്ക് വേണ്ടി ഒരുവൻ ഉയരത്തിലുണ്ട്. അവിടെ നിന്നാണ് സകലം നിയന്ത്രിക്കുന്നത്. അപ്പൊ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ ഓരോ അധ്യായത്തിലും കയറി ഇങ്ങനെ പോയാൽ എടുത്ത വിഷയം പറയാനൊക്കത്തില്ല. അതുകൊണ്ട് 2, 3, 4, 5 അധ്യായത്തിലെ കാര്യങ്ങൾ പറയാണ്. എടുത്ത വാക്യത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കുക, അതിനെ സമയമുള്ളത്. അതുകൊണ്ടാണ്. അപ്പൊ 4:7 വായിച്ചോ ദൈവദാസനെ. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ പറയുകയാ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എതിർത്ത് നിന്നില്ലെങ്കിലോ? എതിർത്ത് നിന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എതിർത്ത് നിന്നില്ലെങ്കിലോ? അപ്പൊ എതിർത്ത് നിന്നാൽ ഓടിപ്പോകും, എതിർത്ത് നിന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതാ ഇന്ന് രാത്രിയിലെ വിഷയം. എതിർത്ത് നിന്നാൽ ഓടിപ്പോകും, എതിർത്ത് നിന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതാണ് ഇന്ന് രാത്രിയിലെ വിഷയം. ഞാൻ സാധാരണ ഈ ഭാഗം സംസാരിക്കുമ്പോൾ ഇങ്ങനെയാ പറയുന്നത്, ഈ എതിർത്ത് നിന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും, എതിർത്ത് നിന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് തെളിയിക്കാൻ പഴയ നിയമത്തിലെ ഒരു സംഭവമാണ് ദൃഷ്ടാന്തമായിട്ട് എടുക്കുന്നത്. എതിർത്ത് നിന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് ഉപവാസ പ്രാർത്ഥനയും കൂടെ ആയതുകൊണ്ടാണ്. എതിർത്ത് നിന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് തെളിയിക്കാൻ പഴയ നിയമത്തിലെ ഒരു സംഭവം. ഞാൻ ആ വിഷയത്തെ എൻ്റെ ശൈലിയിലെ അവതരിപ്പിക്കുന്നത് ഇങ്ങനെ. ഇസ്രായേലിൽ പണ്ട് ഒരു ഉപവാസ പ്രാർത്ഥന, അത് എൻ്റെ ഭാഷ പറഞ്ഞ ഒരു 40 days ഫാസ്റ്റിംഗ് പ്രയർ, 40 ദിവസത്തെ, അങ്ങനെ ഇതിപ്പോ 21 ദിവസത്തെ അല്ലേ, ഒരു 40 ഇരിക്കട്ടെ, ഒരു 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, 40 days ഫാസ്റ്റിംഗ് പ്രയർ. ഇപ്പോഴത്തൊക്കെ ഫാസ്റ്റിംഗ് പ്രയറിലൊക്കെ ഈ ഫാസ്റ്റിംഗ് പ്രയർ എന്നങ്ങനെ ചിലയിടത്തേ വെക്കുകയുള്ളൂ. ഉപവാസ പ്രാർത്ഥന അല്ലെ ഈ തീമഴ, അഗ്നിമഴ, മാരി, ഡുനാമീസ്, ഓരോരോ പേരുകളാണ്. ഫയർ, പവർ കോൺഫറൻസ്, ഇങ്ങനെയാണോ പവർ കോൺഫറൻസ്? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കേ. ഈ നോട്ടീസിൽ ഇങ്ങനെ പലതും വെക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല, ഈ യോഗമൊക്കെ ഒന്ന് കൊടുക്കണമെങ്കിൽ ഭയങ്കര പാട്ടുകാരെ കൊണ്ടുവരണം. ഇവര് പിന്നെ മര്യാദക്കാരാ. ഞാൻ വന്നപ്പോൾ ശ്രദ്ധിച്ചു, മിക്ക പാട്ടുകാരുടെ ഇടയിലും രക്ഷിക്കപ്പെടാത്തവരാ. ടീമല്ലേ, ശരിക്കും ഗുണപ്പെടാത്തവരുണ്ട്. ദൈവവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ധാരാളം എണ്ണമുണ്ട്. അവര് കയറിയ കസർത്തിട്ട് മുന്നേ ആ തീ കത്തട്ടെ. ഏത് തീ? ഇവൻ ഇത് എന്നതാന്ന് പോലും അറിയാൻ മേല, ചുമ്മാ. അപ്പൊ വലിയ വലിയ പാട്ടുകാരെ, ട്രൂപ്പ്, ഇനി പ്രസംഗിക്കാൻ വരുന്ന ആൾക്കാരും അതുപോലെ പ്രഗത്ഭരെയാ. നോട്ടീസിലൊക്കെ കണ്ട ഡോക്ടർ, റോവറൻ, സോ ആൻഡ് സോ, ഒത്തിരി ഒത്തിരി വിശേഷണങ്ങൾ കൊടുക്കാറുണ്ട്.
ഞാൻ എതിർക്കുന്നില്ല. അപ്പൊ ഇസ്രായേലിൽ ഒരു ഉപവാസ പ്രാർത്ഥന 40 ദിവസം. ഈ ഇസ്രായേലിലെ ഉപവാസ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത, എന്റെ വചനത്തെ കൂട്ടുപിടിച്ച ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത, 2 ഗ്രൂപ്പുകൾ. ഇപ്പൊ 2 ഗ്രൂപ്പ് എന്ന് പറയാനൊക്കത്തില്ല, 2 പാനല്. നമ്മളിപ്പം ഇന്ത്യൻ പെന്തിക്കോസ് ആയതുകൊണ്ട് അതായിരിക്കും കുറച്ചുകൂടെ എഫക്റ്റ്. പാനല്, 2 പാനൽ. അപ്പൊ ഈ 40 days ഫാസ്റ്റിംഗ് പ്രയർ 2 പാനല്, 2 ഗ്രൂപ്പ്. ഒരു വാക്യം വായിച്ചേ. ശമൂവേലിന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിന്റെ 3, 2 പാനല്, 2 ഗ്രൂപ്പ്. ആരും എഴുന്നേറ്റ് പോകരുത്, 9 പോകാവൂ. 17-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, 1 ശമൂവേൽ 17:3. ഫെലിസ്ത്യർ അത് തന്നെ ഫെലിസ്ത്യർ ഇപ്പുറത്ത് ഒരു മലഞ്ചെരിവിലും ഇസ്രായേലിയർ അപ്പുറത്ത്. ഇസ്രായേലിയർ അപ്പുറത്ത്. ഇങ്ങോട്ട് നോക്കിയേ, ഇപ്പുറത്തും അപ്പുറത്തും 2 ഗ്രൂപ്പ്, 2 പാനൽ. തെളിഞ്ഞോ? മതി. ഫെലിസ്ത്യർ ഇപ്പുറത്ത് ഒരു മലഞ്ചെരിവിലും ഇസ്രായേലിയര് അപ്പുറത്ത്. 2 ഗ്രൂപ്പ് അല്ലെ, 2 പാനൽ. ഇപ്പൊ എവിടെ ചെന്നാലും ഗ്രൂപ്പ് അല്ലേ? മിക്ക സഭകളിൽ ചെന്നാലും ഗ്രൂപ്പിസമാണ്. പിണങ്ങരുത്, പിണങ്ങിയാലും എനിക്കൊന്നുമില്ല. പാസ്റ്ററും സെക്രട്ടറിയും കൂടെ ഒരു ഗ്രൂപ്പ്, ട്രഷററും കമ്മിറ്റിയും കൂടെ വേറൊരു ഗ്രൂപ്പ്. ഇവരെ എല്ലാം ഒതുക്കാൻ വേറൊരു ഗ്രൂപ്പ്. ചില സഭകളിൽ ചെന്നാൽ അമേരിക്കക്കാരെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്, പേർഷ്യക്കാരെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്, ലണ്ടൻ എല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്, നാടൻ എല്ലാം കൂടെ വേറൊരു ഗ്രൂപ്പ്. വേറെ ചില സഭകളിൽ ചെന്നാൽ നല്ലതുപോലെ വെളുത്തതെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്, നല്ലതുപോലെ കറുത്തതെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്, ഇരുനിറമെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്, വിളറിയതെല്ലാം കൂടെ വേറൊരു ഗ്രൂപ്പ്. എല്ലായിടത്തും ഗ്രൂപ്പിസം. എന്തിനാ അങ്ങോട്ട് പോകുന്ന? വീട്ടു ഗ്രൂപ്പ് അല്ലേ? അമ്മയും മോനും ഒരു ഗ്രൂപ്പ്, അപ്പനും മോളും വേറൊരു ഗ്രൂപ്പ്. ചില വീട്ടിൽ അമ്മയും മോനും, ആമ്പിള്ളേർ പ്രായമായി കഴിഞ്ഞാൽ അമ്മയും മോനും ഒരു ഘട്ടം. അമ്മ മോനോട് പറയും, നീ ബാങ്കിൽ പോയി കാശ് എടുത്തോണ്ട് വാ. ഉടനെ അവൻ പറയും, പപ്പ അതവിടെങ്ങാനും ഇരുന്നോളൂ, നിന്നോട് പറയുന്ന കാര്യം കേട്ടാൽ മതി. എല്ലായിടത്തും ഗ്രൂപ്പിസമാണ്. എവിടാ ഗ്രൂപ്പില്ലാത്ത? ഇവിടെ ഈ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥന എന്ന് ഞാനങ്ങ് പറയുക, 2 ഗ്രൂപ്പ്. ഫെലിസ്ത്യർ ഇപ്പുറത്തൊരു മലഞ്ചെരിവിലും ഇസ്രായേലിയര് അപ്പുറത്തും 2 ഗ്രൂപ്പാ. ഈ ഗ്രൂപ്പിസം ഉള്ളിടത്തെല്ലാം പ്രശ്നങ്ങളാണ്. നിങ്ങൾ വചനം അറിയാവുന്നവരായതുകൊണ്ട് അറിയാം. പണ്ട് ഇതുപോലൊരു പാനല് വേറൊരിക്കലുണ്ടായി. ഒരു പാനല്, അത് നിങ്ങൾ വചനം പഠിക്കുന്നവരൊക്കെ, ഈ ശൗൽ അങ്ങ് മരിച്ചു. ശൗല് മരിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ ഇസ്രായേലിൽ 2 പാനല്. ശൗല് മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ നേരിന്റെ മകൻ അബ്നേരും ഈശ്മോശത്തും കൂടെ, ശൗലിന്റെ മകൻ, നേരിന്റെ മകൻ അബ്നേര്, ശൗലിന്റെ മകൻ ഈശ്മോശത്തിന്റെ ചേവകനും കൂടെ ഒരു പാനല്. തൊട്ടപ്പുറ ദാവീദിന്റെ പെങ്ങടെ മകൻ യോവാബിന്റെ വേറൊരു പാനല്. 2 പാനല്. ശൗല് മരിച്ചപ്പോഴാ. അപ്പൊ ഈ പാനലുകാർ 2 കൂടെ വന്നു. 2 പേരും കുറഞ്ഞ പുള്ളിക്കാരില്ല, 2 നല്ല തലക്കനമുള്ള. നേരിന്റെ മകൻ അബ്നേര്, നേരെന്ന് പറഞ്ഞാൽ ശൗലിന്റെ അപ്പനാകുന്ന കീശിന്റെ അനിയൻ നേര്. അപ്പൊ കീശിന്റെ മകൻ നേരിന്റെ മകൻ അബ്നേര്. ഇപ്പോഴാണെങ്കിൽ ദാവീദിന്റെ പെങ്ങള്, ദാവീദിന്റെ 2-3 പെങ്ങന്മാർ, അതിലൊന്നാ സെരൂയ. 3 ആമ്പിള്ളേര്, യോവാബ്, അബീശായി, അസാഗേല്. അതില് യോവാബ് മിടുക്കനാ എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ അനന്തരവൻ ഒരു പാനലിന്റെ നേതാവ്. ശൗലിന്റെ ഫസ്റ്റ് കസിൻ വേറൊരു വേഗമായി ഞാൻ മാറ്റി കൊടുക്കാം. ശമൂവേലിന്റെ 2-ാം പുസ്തകം 2-ാം അധ്യായത്തിന്റെ 12 മുതൽ വായിച്ച കണ്ണിക തുടങ്ങുന്നത് വായിച്ചു. അനന്തരം ദാവീദ് യഹോവയോട്, അല്ലല്ലോ 2-ന്റെ 12 എടുത്ത്
ഇവിടെ ഈ കണ്ണിങ് തുടങ്ങുന്ന നേരിന്റെ മകൻ അബ്നേരും ശൗലിന്റെ മകനായ ഈസ്ബോശത്തിന്റെ ചേവകരും മഹനയീമിൽ നിന്ന് ഗിബയോനിലേക്ക് വന്നു. അപ്പോൾ സെരൂയയുടെ മകനായ യോവാബും ദാവീദിന്റെ ചേവകരും പുറപ്പെട്ട് ഗിബയോനിലെ കുളത്തിനരികെ വെച്ച് ഗിബയോൻ കുളത്തിന്റെ അവിടെ വന്നു. അപ്പൊ ശ്രദ്ധിക്കണം, എന്റെ വിഷയം അതല്ല, പിന്നെ വന്ന വഴിക്ക് ഈ ഭാഗം ഒന്ന് സൂചിപ്പിക്കുന്നതേ ഉള്ളൂ. നേരിന്റെ മകൻ അബ്നേരും ശൗലിന്റെ മകൻ ഈശ്ബോശത്തിന്റെ മകനും, അതൊരു പാനല്. എന്റെ ലീഡർ അബ്നേരാ. എന്നാ ഇങ്ങനെ ദീർഘശ്വാസം വിടുന്നത്? ഞാൻ കണ്ടു ദീർഘശ്വാസം വിടുന്നത്, ഞാൻ കണ്ടു. പാനലായതുകൊണ്ടാണ്. ഒന്നും ഭാരപ്പെടുവൊന്നും വേണ്ട. ദൈവത്തിന് മകൻ ഹല്ലേലൂയ. യോജാന് ദീർഘാശ്വാസം ഒന്നുമില്ലല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. എഴുന്നേറ്റ് പോണമെന്നൊന്നുമില്ലല്ലോ. നമുക്ക് യോഗം കഴിഞ്ഞ് പോയാൽ മതി. അവിടെ ഇരിക്കും. ഞാൻ കുനിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാനൊന്നും ചോദിക്കുകയല്ലെന്നായിരിക്കും. എന്നെ നമുക്ക് അത് പിന്നെ വീട്ടിൽ പോയി നമുക്ക് വായിക്കാം. എന്നെ നോക്കേ, ഞാൻ ദോഷമൊന്നും പറയുന്ന ആളല്ല. ഓ സ്തോത്രം. രണ്ട് പാനലുകാര്, ഒന്ന് നേരിന്റെ മകൻ അബ്നേർ, ഇപ്പുറത്തെ പാനലിൽ യോവാബ്. രണ്ട് കുറഞ്ഞ പുള്ളിക്കാരിൽ, രണ്ടും തലക്കനമുള്ളവരാ. ബെന്യാമീൻ ഗോത്രത്തിൽപ്പെട്ടതാ ഒരുത്തൻ. ബെന്യാമീൻ ഗോത്രമാ കടിച്ചു കീറുന്ന. മറ്റത് ദാവീദിന്റെ ബന്ധവാ, യഹൂദാ ഗോത്രം, ബാലസിംഹം. അതാ പറഞ്ഞ രണ്ടും നല്ല തലക്കനമുള്ള. ഈ കനവും തലക്കനവും ഉള്ളവർക്ക് ഈ പാനലുണ്ടാക്കാനൊക്കെ ഉള്ളു. ചുമ്മാ റബ്ബർ വെട്ടി കിടക്കുന്ന ഈ പാനലുണ്ടാക്കാൻ ചെന്നാൽ അവര് നല്ല തേമ്പ് ഒരു കാശിങ്ങനെ വീശുക. ഇങ്ങനെ അങ്ങോട്ട് ചൂണ്ടിക്കാണിച്ചു. അത് അത്യാവശ്യമാണ്, ശ്രദ്ധിക്കണം. ദൈവത്തിന് മകൻ എല്ലാവരും ശ്രദ്ധിക്കണം. പ്രസംഗിക്കുന്ന നിങ്ങളോട് മാത്രമല്ല, എന്നോടും കൂടാ. ഇത് ഇരുവായ്ത്തലകളുള്ള വാളാ. എന്നെയും വെട്ടും, എന്നെയും ചെത്തും. നിങ്ങളെ മാത്രമല്ല, നിങ്ങളെക്കാൾ കൂടുതൽ ശിക്ഷാവിധി എനിക്കാ വരുന്നത്. നിങ്ങളെ നോക്കിയല്ലേ ഞാൻ പറയുന്നേ. കൂടുതൽ ഞാനാ കണക്ക് കൊടുക്കേണ്ടത്. നിങ്ങൾ കേൾക്കുന്നതേ ഉള്ളൂ, ഞാനാ പറയുന്നത്. കൂടുതൽ എനിക്കാ. അതുകൊണ്ട് ഞാൻ ഭയത്തോടാ ഇത് പറയുന്നത്. ഇത് സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ എൻ്റെ അകൃത്യങ്ങളും എൻ്റെ അപാകതകളും ക്ഷമിക്കണമെന്ന് ഉള്ളിൽ പ്രാർത്ഥിച്ചാ ഇത് പ്രസംഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ഞാനും നിങ്ങൾ യഥാസ്ഥാനപ്പെട്ട് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. ആര് കൈവിടപ്പെട്ടു പോകരുത്. പ്രൈസ് ദി ലോർഡ്. രണ്ട് പാനല്, ഒരു പാനലിന്റെ നേതാവ് യോവാബ്, ഇപ്പുറത്തെ പാനലിന്റെ നേര് അബ്നേര്. അപ്പൊ ഈ രണ്ടു കൂട്ടരും കൂടെ ഗിബയോൻ കുളത്തിന്റെ അവിടെ വന്നു. ഗിബയോൻ. അപ്പൊ ഞാൻ ആ ഭാഗം തന്നെ പറഞ്ഞാൽ ഇന്ന് അവിടെ നിന്ന് തന്നെ പറയേണ്ടി വരും. ഗിബയോൻ കുളത്തിന്റെ അവിടെ വന്നപ്പം ഈ പാനലിന്റെ നേതാക്കന്മാര്, ഇവിടെ യോവാബ്, അപ്പറേ അബ്നേര്. അപ്പൊ യോവാബ് അബ്നേരിനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ബാല്യക്കാര് നമ്മുടെ മുന്നിൽ ഒന്ന് കളിക്കട്ടെ. ബാല്യക്കാര് നമ്മുടെ മുന്നിൽ ഒന്ന് കളിക്കട്ടെ. നമുക്കിപ്പോ ടൈം ഉണ്ടല്ലോ, കോവിഡ് ആയതുകൊണ്ട് മറ്റു യോഗങ്ങളൊന്നും, ഒരു യോഗങ്ങളും ഇപ്പൊ എല്ലാം സൂമിനകത്ത് കൂടാ. കാണാമോ? കാണാം. ബാബുച്ചാൻ എന്തിയേ? ബാബുച്ചാൻ കുളിക്കാൻ അങ്ങോട്ട് കയറി. ഇങ്ങനെ സാറ്റ് കളിച്ചിരിക്കുക സൂമിനകത്ത്. ഇഷ്ടം പോലെ സമയമുണ്ട്, ഇഷ്ടം പോലെ സമയമുണ്ട് കളിക്കാൻ. അപ്പൊ യോവാബ് പറഞ്ഞു, ബാല്യക്കാരാണ് നമ്മുടെ മുമ്പാകെ ഒന്ന് കളിക്കട്ടെന്ന്. വായിച്ച്. അവർ കുളത്തിന്റെ ഇപ്പുറത്തും മറ്റവർ കുളത്തിന്റെ അപ്പുറത്തും. അതാ ഞാൻ പറഞ്ഞ രണ്ട് പാനൽ. ഇവരും ഇപ്പുറത്തും അവരും അപ്പുറത്തും. നമ്മൾ 17 വായിച്ചത് ഇപ്പുറത്തും അപ്പുറത്തും. ഇവിടെ വായിക്കുന്നത് ഇപ്പുറത്തും അപ്പുറത്തും. അതാ പറഞ്ഞ ഗ്രൂപ്പിസം. ഇവര് കുളത്തിന്റെ ഇപ്പുറത്തും മറ്റവര് കുളത്തിന്റെ അപ്പുറത്തും. ഇപ്പുറത്തും അപ്പുറത്തും. അടുത്തത് അബ്നേർ യോവാബിനോട്, ബാല്യക്കാർ എഴുന്നേറ്റ് നമ്മുടെ മുമ്പാകെ ഒന്ന് കളിക്കട്ടെ. നമുക്കിപ്പോ ഇഷ്ടം പോലെ കളിക്കാൻ. പണ്ട് നമുക്കൊന്നുമില്ലായിരുന്നു. ഒരു ജോഡി ഡ്രസ്സും ഒരു ചെറിയ സൈക്കിള്, എന്തോ സൈക്കിള്, ബെർക്കുലീസിന്റെ ഒരു സൈക്കിള്. അതും ആരാണ്ട് മേടിച്ചു തന്നതാ.
അത് ചവിട്ടി നമ്മുടെ നെന്മാറന്ന് ഗോവിന്ദാപുരം വരെ ചവിട്ടി നമ്മുടെ ഊപ്പാട്. അന്ന് കളിക്കാൻ നേരെ വന്നു. ഇപ്പൊ പിള്ളേര് കാനഡയിലും അമേരിക്കയിലും ലണ്ടനിലും ഒക്കെ പോയി. ഞാൻ എതിരല്ല, എല്ലാരും പോട്ടെ. പോയി ഇപ്പൊ പരുവക്കാടല്ല, കാക്കപ്പുള്ളല്ല മാറി. 10 പുത്തനിപ്പം കയ്യും സൈക്കിൾ ചവിട്ടിയ നിന്റെ വീട്ടിൽ ഇപ്പം ഓടി കിടക്കുന്നു, BMW കിടക്കുന്നു. വേറെ അതിന്റെ വലിയ എന്തുവാ ബെൻസ്, ഇമ്പാല, അതിപ്പോ അധികം ഇല്ല. ഇപ്പൊ ഫിക്സഡ് ഡിപ്പോസിറ്റ് ബാങ്കിലും ഉണ്ട്, ഇഷ്ടം പോലെ. അതുകൊണ്ട് കളിക്കാൻ സമയമുണ്ട്, കാശ് എടുത്തെറിയാൻ. പണ്ട് സ്വോത്ര കാഴ്ച ഇടാൻ 10 ചക്രമില്ലായിരുന്നു. വയറു നിറച്ച് ആഹാരം കഴിച്ച ദിവസങ്ങൾ തന്നെ വിരളമാണ്. ഇപ്പൊ ഇഷ്ടം പോലെ കാശ് കളിക്കാൻ. ചെറ്റപ്പുര ഇരുന്നിടത്തെല്ലാം വൻമാളികകളായി. അതിനകത്തിരുന്ന കളിക്കാനുള്ള തന്ത്രങ്ങള്. ഞാൻ ഒരാളോടല്ല ഈ പറയുന്നത്, മുഴുവൻ പെന്തിക്കോസ് ലോകത്തോടായി പറയാൻ. അപ്പൊ പറഞ്ഞു ബാല്യക്കാരന് നമ്മുടെ മുമ്പാകെ കളിക്കട്ടെ, സമയമുണ്ടല്ലോ നമുക്ക് കളിക്കാൻ. കാശുമുണ്ട്, ആളുമുണ്ട്, സാഹചര്യമുണ്ട്, കളിക്കട്ടെ. ഞാന് ആ ഭാഗത്ത് അധികം നിൽക്കുന്നില്ല. പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് ആ ഭാഗം പറഞ്ഞങ്ങ് വിടാം. അതേ ഒക്കുള്ളൂ. ഇന്ന് കളിക്കട്ടെന്നും പറഞ്ഞു തുടങ്ങിയതാണ്. അവസാനം കളി കാര്യമായി. കളി കാര്യമായി. അപ്പൊ കളിക്കട്ടെ. ഒന്നെ പറഞ്ഞ് കണക്കൊപ്പിച്ചെടുത്തേക്കട്ടെ. ഇവിടുന്ന് ഒരു 12 പേര്, അവിടുന്ന് ഒരു 12. അപ്പൊ 12ഉം 12ഉം എണ്ണത്തിനൊത്ത് എഴുന്നേറ്റെന്ന അങ്ങനെ വാക്യമായി. അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞു. യോവാബും പറഞ്ഞു. അങ്ങനെ ബെന്യാമിനുടെയും ശൗലിന്റെ മകനായ ഈസ്ബോത്തിന്റെയും ഭാഗത്ത് നിന്ന് 12 പേരും, അവിടുന്ന് ഒരു 12 പേര്, പിന്നെ ദാവീദിന്റെ ചേവകരിൽ 12 പേരും എണ്ണമൊത്ത് എഴുന്നേറ്റു. നിർത്ത്. എണ്ണമൊത്ത് എഴുന്നേറ്റു. കളിക്കാനാ എണ്ണമൊത്ത്. ഇവിടുന്ന് ഒരു 12, അവിടുന്ന് ഒരു 12, നേർക്ക് നേരെ കളിക്കാൻ നിൽക്കുക. നിങ്ങൾ ആ ഭാഗം പിന്നീട് വായിച്ചു. കളി കാര്യമായി. ഓരോ അവിടെ വായിക്കുന്ന എതിരാളി എന്നാ അല്ലേ? എതിരാളിയെ മുടിക്ക് പിടിച്ചു നന്നായിട്ട് ഒന്നുകൂടെ വായിച്ചേ. ഓരോരുത്തൻ അങ്ങനെ താന്താന്റെ എതിരാളിയെ മുടിക്ക് പിടിച്ച് വിലാപ്പുറത്ത് വാൾ കുത്തി കടത്തി ഒരുമിച്ച് വീണു. എന്ന് പറഞ്ഞാൽ നീ ദൈവസഭയ്ക്കകത്ത് കളിക്കരുത്. സെക്രട്ടറി ആണെങ്കിലും കൊള്ളാം, ട്രഷറർ ആണെങ്കിലും കൊള്ളാം, കമ്മിറ്റി ആണെങ്കിലും കൊള്ളാം, കൗൺസിൽ ആണെങ്കിലും കൊള്ളാം, ജനറൽ ആണെങ്കിലും കൊള്ളാം, സ്റ്റേറ്റ് ആണെങ്കിലും കൊള്ളാം, കളിക്കരുത് ദൈവസഭയ്ക്കകത്ത്. ദൈവസഭ കളിക്കാനുള്ള സ്ഥലമല്ല. ദൈവസഭ മുമ്പേ ഓർപ്പിച്ചല്ലോ, ദൈവത്തെ ആരാധിക്കേണ്ടടമാ. കളി. ഞാന് പറയുന്നതിൽ നിങ്ങൾ എന്നോട് എതിരൊന്നും തോന്നരുത്. എനിക്കിതൊന്നും വിഷയമല്ല, അത് വേറൊരു വിഷയം. ജോയിച്ചാൻ പറയണമെന്നാ ഞാൻ പറഞ്ഞാലേ ഒക്കുള്ളൂ. പിന്നെ അതിനാ ഈ പരുവത്തിന് എന്നെ വിട്ടേക്കുന്നത്. വേറെ ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വെച്ചേക്കുവോ? നല്ല ചേലായി ഒക്കെ പറയാൻ ദൈവം എനിക്ക് പ്രത്യേക അഭിഷേകം എന്താന്ന് എന്നോട് പറഞ്ഞ് ഇതൊക്കെ ഇട്ടുകൊണ്ട് നേരെ നെന്മാറയ്ക്ക് പൊക്കോ, ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് വിട്ടതാ. വേറെ വല്ല ഉപദേശമാര് പറഞ്ഞാൽ നിങ്ങൾ കേന്ദ്രത്തിൽ അറിയിച്ച് ട്രാൻസ്ഫർ കൊടുക്കുക. എന്നെ അങ്ങോട്ട് വിടാൻ എനിക്ക് എങ്ങും ഇല്ല, ഞാനിങ്ങോട്ട് പോകാന്. സ്തോത്രം. കളി കാര്യമായി. ഞാൻ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഉദാഹരണമാണ്, ഉടക്കാനല്ല, ഉദാഹരണമാണ്. ഞാൻ പേര് വിട്ടുപോയി, ഫുൾ നെയിം പറയണം. PV മാത്യു, സ്ഥലം പാലക്കാട്. അങ്ങനെ അഡ്രസ് PV മാത്യു, പാലക്കാട്. നമ്മൾ ഇതടിക്കുമല്ലോ ഫോട്ടോ വെച്ച്, അതിനെന്നാ പറയുന്നത്, വിസിറ്റിംഗ് കാർഡ് പരിചയപ്പെടുത്താൻ വേണ്ടി അടിച്ചതാ. ഇപ്പം വന്ന് ഞാൻ അദ്ദേഹത്തെ ഉദാഹരണമായിട്ട് എടുത്തതേ ഉള്ളൂ. അല്ലെ എൻ്റെ പേര് പാസ്റ്റർ അനീഷ് കാവാലം.
ഒരു ഫോട്ടോയും വെച്ച് തിരിച്ച് ചോദിച്ചാൽ ഇങ്ങോട്ടും. അതിപ്പോ കാര്യമായി. സനീഷ് കാവാലം, സ്ഥലം കാവാലം, ജില്ല ആലപ്പുഴ, താലൂക്ക് കുട്ടനാട്, വില്ലേജ് കുന്നുമ്മ, പഞ്ചായത്ത് കാവാലം. ഇത്ര ആദ്യം അടിച്ചത് കളിയാ. പക്ഷെ കാര്യമായപ്പോ വേറെ വേറെ എല്ലാം ഇപ്പൊ അതിനകത്ത് വരുന്നുണ്ട്. എതിരാളിക്ക് മുടിക്കുത്തിന് പിടിച്ചെന്ന് പറഞ്ഞാൽ എതിരാളിക്ക് വേദന ഉണ്ടാക്കുന്നതാ ഇപ്പൊ എഴുതി വിടുന്നത്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഒരു സഭയെ കൂടുന്നതാ, ഒരു സെന്ററിൽ കൂടുന്നതാ, ഒരു പ്രസ്ഥാനത്ത് നിൽക്കുന്നതാ. പക്ഷെ എതിരാളിക്കും അവന്റെ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും മനോവേദന ഉണ്ടാക്കുന്നതാ എഴുതി പിടിപ്പിക്കുന്നത്. ഇത് ദൈവികമല്ല, ഇത് ദൈവം അംഗീകരിക്കത്തില്ല. സ്തോത്രം. അതല്ല, എതിരാളിയുടെ മുടി പിടിച്ച വേദനയില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിപ്പിക്കുകയല്ലേ അല്ലേ? അവൻ ശരിയല്ല, ആ പുള്ളി ശരിയല്ല, ഞാനാണ് ശരി. പിന്നെ ജയിക്കാൻ വേണ്ടി എന്തും ഫേസ്ബുക്കിനകത്തും പിന്നെ എന്തിനകത്തൊക്കെ എഴുതുന്നേ, വാട്സപ്പില്, പിന്നെ വേറെ ഏതാണ്ടുണ്ട്. എനിക്കറിയത്തില്ല എന്നാണ്, നമ്മൾ ഇത് എഴുതാത്ത കൊണ്ട് ഇത് അറിയത്തില്ല എന്നാണ്. ഇത് പാടില്ല, പാടില്ല. നിന്റെ കൂട്ടു സഹോദരനാ, നിന്റെ കൂട്ടുവിശ്വാസിയാ. അവനെയും അവളെയും യേശുവിന്റെ രക്തത്തെ വീണ്ടെടുക്കപ്പെടുത്തി. അന്യോന്യം ചെളിവാരി എറിയരുത്. ജയിക്കുവോ തോക്കുവോ എന്നുള്ളതല്ല വിഷയം, അന്യോന്യം ചെളിവാരി എറിയരുതെന്ന്. പാടില്ല, ദൈവം പൊറുക്കത്തില്ല. ഞാൻ അതിന് ന്യായമായ ഒരു വശം പറയാം. നമ്മുടെ സഭയ്ക്ക് നേതൃത്വം ആവശ്യമാണ്. ഒരു സഭയല്ലയോ അത്? ഈ ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ നിയമവും രാജ്യത്തിന്റെ നിയമം അനുസരിച്ചെല്ലാം ഭംഗിയായിട്ട് പോകണം. പക്ഷെ അത് ചെളിവാരി എറിഞ്ഞും കരിവാരി തേച്ചും ആക്ഷേപിച്ചും അധിക്ഷേപിച്ചും ഒരു കസേര പിടിച്ചെടുക്കരുത്. എടുത്താൽ അധിക നാളാ കസേര ഇരിക്കാൻ. ഞാൻ ഇപ്പൊ അത്രയും ഭാഗം പറഞ്ഞ് അങ്ങ് വിടുക. അവിടെ വായിക്കുന്നത് കളി കാര്യമായി ഓരോരുത്തരും എതിരാളിയുടെ ഓരോരുത്തൻ താന്റെ എതിരാളിയെ മുടുക്കി പിടിച്ചു, വിലാപ്പുറത്ത് വാൾ കുത്തിക്കടത്തി ഒരുമിച്ച് വീണു. എങ്ങനെയുണ്ട്? ഇവിടെ 12, അവിടെ 12, 24 എണ്ണം പാട്ടു. ഇത് ശരിക്കൊന്ന് ശ്രദ്ധിച്ചാൽ ഇപ്പൊ എത്ര കുടുംബത്തിലാ മനപ്രയാസം? 24 കുടുംബത്തിൽ. 2 പേര് ഒപ്പിച്ച വിനയാ. അബ്നേരും യോവാബും കൂടെ ഒത്തത്. അബ്നേരും യോവാബും കൂടെ കളിക്കാൻ കയറി. ഇപ്പൊ 24 കുടുംബത്തിൽ പ്രശ്നം. അപ്പൊ ഈ 12, 24 വീണപ്പോ കളി നിർത്തണ്ടേ? എന്നിട്ടും നിർത്തിയില്ല. നിങ്ങൾ നാടോട്ട് പഠിച്ചാൽ അറിയാം. അസായാല് ശീഘ്രഗാമിയാ, കാട്ടുകലയെ പോലെ. അവന് യോവാബിന് നേർക്ക് ചെന്നു, അബ്നേരിന് നേർക്ക് ചെന്നു. അബ്നേർ ഉടനെ പറഞ്ഞു, ഓ നിർത്ത്, മതി, ഞാൻ കളിക്കാനില്ല, നിർത്ത്, പോവുകയല്ല. പിന്നെയും ചെന്ന് കളിക്കാൻ. അബ്നേര് അസാഗേലിനെ തീർത്തു. പിന്നെ പ്രശ്നം തീരുന്നില്ല. നിങ്ങളുടെ പുസ്തകം വായിച്ചാൽ അറിയാം. അബ്നേര് അസാഗേലിനെ വകവരുത്തി. പിന്നീട് അന്ന് അവിടെ വെച്ച് തീരുന്നില്ല. കാരണം ഇത് തലമുറ കണ്ട് വളരുക. അവരും ഇതൊക്കെ തന്നെ. വല്യപ്പൻ ചെയ്തു വെച്ച വിനയാ. അതിങ്ങനെ നമ്മളെ പാർട്ടിക്കാരും ചിലൊക്കെ ഈ മുദ്രാവാക്യം വിളിക്കുമല്ലേ, തലമുറയായി ഞങ്ങളിത് കൈമാറും. മേടിക്കട്ടെ. അബ്നേര് അസാഗേലിനെ വകവരുത്തി. തീർന്നോ? അവസാനം അബ്നേരിനെ യോവാബ് സ്വകാര്യം പറയാനാന്നും പറഞ്ഞ് വിളിച്ചു മാറ്റി നിർത്തിച്ചു. അവനെ തീർന്നു. എന്നിട്ടും തീർന്നില്ല. ദാവീദ് മരിക്കാൻ നേരത്ത് ശലോമോനോട് പറഞ്ഞു, നീ യോവാബിനെ സൂത്രത്തെ തട്ടിയാക്കാൻ. ഒരു ചെറിയ കളി തുടങ്ങിയതാ. അതുകൊണ്ട് ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ ഈ വചനത്തെ ഭയപ്പെടുന്നത് കൊണ്ട് ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടും പറയാം, സഭ കളിക്കാനുള്ള സ്ഥലമല്ല.
സഭ ആമെ കളിക്കാനുള്ള സ്ഥലമല്ല. സഭ ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും ദൈവം നടത്തിയ വിധങ്ങളും വഴികളും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാനുള്ള സമയം. താഴ്ചയിൽ നമ്മെ ഓർത്താദരിച്ചല്ലോ, വീഴ്ച എന്നിയെ കാത്തോമനിച്ചല്ലോ, വൈരിയിൻ കയ്യിൽ നിന്നും വീണ്ടെടുത്തല്ലോ, ധൈര്യമായി നമുക്ക് പാടിടാമല്ലോ, താൻ നല്ലവനല്ലോ, ദയ എന്നും അവന്, താൻ നല്ലവനല്ലോ, സ്തുതി എന്നും അവന്, താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ, താൻ സന്നിധിയിലെന്നും പ്രബോധമുണ്ടല്ലോ. നമ്മുടെ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ദൈവമക്കളെ, പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടെ ഊന്നി പറഞ്ഞ ഭാഗമിട. സഭ കളിക്കാനുള്ള സ്ഥലമല്ല. സഭ അവൻ അങ്ങോട്ട് കൊണ്ട് കാലുമാറാനുള്ള സ്ഥലമല്ല. സഭ കസേര കളിക്കാനുള്ള സ്ഥലമല്ല. സഭ ദൈവത്തെ ആരാധിക്കേണ്ടടമാ. പ്രൈസ് ദി ലോർഡ്. അതെ, നമ്മുടെ വിഷയത്തിൽ വരാം. ഫെലിസ്ത്യർ ഇപ്പുറത്തൊരു മലഞ്ചെരുവിലും ഇസ്രായേലിന് അപ്പുറത്തൊരു മലഞ്ചെരുവിലും, രണ്ട് ഗ്രൂപ്പ്. അപ്പൊ എന്റെ ചിന്ത, ഒരു ഗ്രൂപ്പ് 10 വരും, മറ്റേ ഗ്രൂപ്പ് 10 വരും. ഇവിടെ 2 അടി ഉപവാസപ്രാർത്ഥനയാ. ഇവിടെ 2 അടി ഒരു പാട്ടും, അവിടെ 3 അടി 3 പാട്ടും. നമ്മുടെ പെന്തിക്കോസ് ശൈലി പറഞ്ഞാൽ 10 മണിക്ക് യോഗം തുടങ്ങി, 10:15 പാട്ടായി, 10:30 ആരാധന, 10:45 പ്രൈസ് ആൻഡ് വർഷിപ്പ്. ഇപ്പൊ അങ്ങനെയൊക്കെയാ നമ്മുടെ മെത്തേഡ്. ഒന്നുകൂടെ പറയാം, ഉപവാസപ്രാർത്ഥനയുടെ മെത്തേഡാ. 10 യോഗം, 10:15 പാട്ട്, 10:30 ആരാധന, 10:45 പ്രൈസ് ആൻഡ് വർഷിപ്പ്. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? തൂങ്ങി ചെത്ത പോലെ നിൽക്കുന്നതാണ്. ഒരു 11 മണി ആയപ്പോൾ നമ്മുടെ പെന്തിക്കോസ് ഭാഷ പറഞ്ഞ ആരാധന മൂത്തു. 10 തുടങ്ങിയാൽ 11 മൂക്കു. ഈ ഉപവാസപ്രാർത്ഥനയുടെ കാര്യമായി പറയാൻ. അപ്പൊ 10 യോഗം, 10:15 പാട്ട്, 10:30 ആരാധന, 10:45 പ്രൈസ് ആൻഡ് വർഷിപ്പ്, 11 ആയപ്പോ ആരാധന മൂത്തു. അപ്പൊ ആരാധന മൂത്തു. അങ്ങനെ പഠിക്കണേ, ആരാധന മൂത്തു. ഇനി 4-ാം വാക്യം വായിച്ചേ. 4-ാം വാക്യം. 4. അപ്പോൾ യഹൂദ പുരുഷന്മാർ വന്നു. എവിടാ വായിക്കുന്നത്? ശൗമേലിന്റെ 1-ാം പുസ്തകം. നമ്മൾ അതെല്ലാം വിട്ടു, പാനൽ വിട്ട്. ഞാൻ പിന്നെ ആ പാനൽ ചിന്തിച്ചോണ്ടിരിക്കുകയാണോ? നമുക്ക് 17 എടുത്തേ. ശൗമേലിന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. പാനലിൽ നീ ചിന്തിക്കേണ്ട, അത് വിട്ട് ഞാൻ കാര്യം പറഞ്ഞു തീർത്തടാ. 4-ാം വാക്യം വായിക്കേ. 4 വായിക്കൂ. അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന്, അപ്പോൾ ശ്രദ്ധിച്ചേ, 17-ാം അധ്യായത്തിന് അപ്പോൾ എപ്പോൾ 11 ആരാധന മൂത്തപ്പോൾ. അങ്ങനെ പറ. 10 യോഗം, 10:15 പാട്ട്, 10:30 ആരാധന, 10:45 പ്രൈസ് ആൻഡ് വർഷിപ്പ്, 11 ആയപ്പോൾ ആരാധന മൂത്തെന്ന് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. അപ്പൊ 11 മൂത്തു. 4-ാം വാക്യം അപ്പോൾ എന്ന് പറഞ്ഞ ആരാധന മൂത്തപ്പോൾ. അങ്ങനെ കൊണ്ട് ചിന്തിക്കുക. അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് ഗത്യനായ ഗോലിയാത്ത് എന്ന ഒരു മല്ലൻ പുറപ്പെട്ടു. അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് ഗത്യനായ ഗോലിയാത്ത് എന്നൊരു മല്ലൻ പുറപ്പെട്ടു വന്നു. അവൻ 6 മുഴ 1 ചാൺ എടുപ്പു. അവന്റെ തലയിൽ വലിയ താമര ശിരസ്ത്രം ഉണ്ടായിരുന്നു. അവൻ 5000 ശേക്കൽ തൂക്കമുള്ള താമര കവചം ധരിച്ചു. അവന്റെ കാൽച്ചട്ടിക്ക് ചുമല് താമര കൊണ്ടൊരു വേലുമുണ്ട്. അവന്റെ കുന്തത്തിന്റെ തണ്ട് നെയ്ത്തുകാരന്റെ പടപ്പുതടി പോലെയായിരുന്നു. കുന്തത്തിന്റെ അലക് 600 ശേക്കൽ ഇരുപ്പ്. ഒരു പരിചക്കാരൻ അവന്റെ മുമ്പേ നടന്നു, മുൻപിലുമുണ്ട്. സ്തോത്രം. ഞാന് പ്രസംഗിക്കുമ്പോ ഏതാണ്ട് പറഞ്ഞു, നീ പറയാൻ പോവാ. സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് ഗത്യനായ ഗോലിയാത്ത് എന്നൊരു മല്ലൻ പുറപ്പെട്ടു വന്നു. ഇത് ഫെലിസ്ത്യ പാളയത്തിൽ നിന്നാ വന്നത്. എവിടുന്ന? ഫെലിസ്ത്യ പാളയം. ഫെലിസ്ത്യൻ എന്ന് പറഞ്ഞാൽ ശപിക്കപ്പെട്ടത് അന്തതിയാ. നോഹയുടെ കൊച്ചുമക്കളാ ഫെലിസ്ത്യൻ. നോഹയ്ക്ക് 3 മക്കൾ. ആരൊക്കെ? ഷേമും ഹാമും യാമത്തും. അതിലെ ഷേമിന്റെ 10-ാം തലമുറ അപ്പറകാം. ഹാമിന്റെ വംശത്തിൽപ്പെട്ടത് കനാന്യരും ഫെലിസ്ത്യരുമല്ല. വായിച്ചേ. 10-ന്റെ 1, 10-ന്റെ 6, 10-ന്റെ 13, 10-ന്റെ 14, 11-ന്റെ 10, 12, 14, 16, 18, 20, 22, 24, 26, 27. ആദ്യം ഉൽപ്പത്തി 10-ന്റെ 1. സഹോദരിമാർക്കും വായിക്കാം. ശബ്ദമുണ്ടെ വായിച്ചു. ആ നോഹയുടെ പുത്രന്മാരായ ഷേം, ഹാം. അതാരാ വായിച്ചേ? എഴുന്നേറ്റ് നിന്ന്. ഉറക്ക വായില്. പാസ്റ്ററുടെ ഭാര്യയാണോ? ഏത് പാസ്റ്ററുടെ?
എന്ത് ചെയ്യാ വാസു? ഇവിടെ എവിടെയെങ്കിലും കാണി, എവിടെയെങ്കിലും ഇരിക്കട്ടെ. സ്തോത്രം. വായിച്ചേ. നോഹയുടെ പുത്രന്മാരായ ഷേം, ഹാം, യാബത്ത്. അപ്പൊ നോഹയ്ക്ക് 3 മക്കൾ, ഷേമും ഹാമും യാബത്തും. ഷേമിന്റെ വംശത്തിൽപ്പെട്ടത് അബ്രഹാം. 11:10 വായിച്ചേ. 11:10 ഇങ്ങോട്ട് വലത്തുപക്ഷത്തിൽ മറിച്ചേച്ച് 11:10. ഷേമിന്റെ വംശപാരമ്പര്യം. അവന്റെ ഷേമിന് 100 വയസ്സായപ്പോൾ ജലപ്രളയത്തിന് മുമ്പ് 2 സംവത്സരം കഴിഞ്ഞപ്പോൾ അർപ്പക്ഷാദിന് 12-ാം വാക്യം. അർപ്പക്ഷാദിന് അവൻ ശാലേഖനെ ജനിപ്പിച്ചു. 14-ാം വാക്യം. ശാലേഖന് അവൻ ഏബേരിനെ ജനിപ്പിച്ചു. 16-ാം വാക്യം. ഏബേരിന് അവൻ പെലേഗിനെ ജനിപ്പിച്ചു. 18-ാം വാക്യം. പെലേഗിന് അവൻ രയൂവിനെ ജനിപ്പിച്ചു. 20-ാം വാക്യം. രയൂവിന് അവൻ ഷെറൂഗിനെ ജനിപ്പിച്ചു. 22-ാം വാക്യം. ഷെറൂഗിന് അവൻ നാഗോറിനെ ജനിപ്പിച്ചു. 24-ാം വാക്യം. നാഗോറിന് അവൻ തേരകിനെ ജനിപ്പിച്ചു. 26-ാം വാക്യം. തേരകിന് 70 വയസ്സായപ്പോൾ അവൻ അപ്പറാൻ നാഗോർ കാരൻ. ഇനി ഇരുന്നാട്ടെ. ഇനി പാസ് 27 വായിച്ചേ. തേരഹിന്റെ വംശപാരമ്പര്യം. തേരഹ് അബ്രാഹാമിനെയും നാഗോറിനെയും ഹാരാനെ ജനിപ്പിച്ചു. ഹാരാൻ ലോത്തിനെ ജനിപ്പിച്ചു. എന്നാൽ ഹാരാൻ തന്റെ ജന്മദേശത്ത് വെച്ച് കൽദയുടെ പട്ടണമായി ഊരി വെച്ച് തന്നെ അപ്പനാകുന്ന തേരകിന്റെ മുന്നേ മരിച്ചുപോയി. അബ്രാമിന് നാഗോറും ഭാര്യ എടുത്തു. അബ്രാമിന്റെ ഭാര്യയ്ക്ക് സാറ എന്ന്, നാഗോറിന്റെ ഭാര്യയ്ക്ക് മിൽക്കി എന്ന പേര്. ഇവര് മിൽക്കയുടെ ഇസ്കയുടെ പുത്രൻ ഹാരാന്റെ പുത്ര തന്നെ സാറ മച്ചിയായിരുന്നു. തേരക് തന്റെ മകനാകുന്ന അബ്രാമിനെയും തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനാകുന്ന അബ്രഹാമിന്റെ ഭാര്യയായ മരുമകളാകുന്ന സാറായെ കൂട്ടിക്കൊണ്ട് കൽദയരുടെ ഒരു പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുവാൻ പുറപ്പെട്ടു. അങ്ങനെ അവർ ഹാരാൻ വരെ വന്നവിടെ പാർത്തു. തേരകന്റെ ആയുഷ്കാലം 205 സംവത്സരം. ഇതാണ് അബ്രാമ്യ പാരമ്പര്യം. ഇപ്പൊ 4 വാക്യമല്ലല്ലോ പറഞ്ഞേ. ഇനിയും തരാം. എനിക്ക് ഒരു ഗതിയും ഗത്യന്തരവും ഇല്ലാതെ അമ്പലത്തിൽ നിന്ന് വരുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്. എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു. ഇതെന്നതാന്ന് പോലും എനിക്കറിയാൻ മേലായിരുന്നു. എൻ്റെ യേശു എന്നെ രക്ഷിച്ചു. അതല്ലാതെ ഒന്നുമില്ല. ഇതിനകത്ത് വന്നേ പിന്നെ ഈ തേനിലും തേൻകെട്ടയിലും മധുരമുള്ള തിരുവചനം ധ്യാനിപ്പാനും പഠിപ്പാനും ദൈവം തമ്പുരാൻ നൽകിയ കൃപകൾക്കായിട്ട് ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. നിങ്ങളൊക്കെ ക്രൈസ്തവ പാരമ്പര്യത്തിൽ ജനിച്ചവരുണ്ട്. എനിക്ക് ഒരു പാരമ്പര്യവും ഇല്ല. വല്ലവും പുകടാൻ എൻ്റെ കാൽവറി ക്രൂശില്ല. എൻ്റെ അപ്പന് കള്ളഷാപ്പിലെ ജോലിയായിരുന്നു. ഞാൻ ഈ മാർഗത്തിൽ വന്നില്ലായിരുന്നേ അപ്പൻ്റെ ജോലി കിട്ടി വല്ല സപ്ലയറായിട്ട് എവിടെയെങ്കിലും പോയി. വിദ്യാഭ്യാസമൊന്നും ഇല്ലല്ലോ. അതിൻ്റെ സംസാരം കേൾക്കുമ്പോൾ അറിയത്തില്ല യാതൊരു വിവരവും ഇല്ലെന്ന്. സ്തോത്രം. ഇതിനകത്ത് വന്നതാ ഭാഗ്യം. ക്രിസ്തേശുനാഥന്റെ പാദങ്ങൾ പിന്തുടരും നാമെന്തു ഭാഗ്യമുള്ളോ പ്രിയരേ, നാമെന്തു ഭാഗ്യമുള്ളോ. നാഥന്റെ കാൽച്ചുവടു നാടോറും പിന്തുടരാൻ മാതൃകയായി താൻ, നല്ല മാതൃകയായി താൻ. നാഥന്റെ കാൽച്ചുവടു നാടോറും പിന്തുടരാൻ മാതൃകയായി താൻ, നല്ല മാതൃകയായി താൻ. ക്രിസ്തേശുനാഥന്റെ പാദങ്ങൾ പിന്തുടരും നാമെന്തു ഭാഗ്യമുള്ളോ പ്രിയരേ, നാമെന്തു ഭാഗ്യമുള്ളോ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. എന്നെ കേൾക്കുന്ന സകലരോടും പറയാ, യേശുവിനെ അറിഞ്ഞതാ നിന്റെ ഭാഗ്യം. നീ രക്ഷിക്കപ്പെട്ടതാ നിന്റെ ഭാഗ്യം. ഈ കൃപയിൽ വന്നതാ നിന്റെ ഭാഗ്യം. പിന്നെ ഞാൻ ലോകമെമ്പാടുമുള്ള സകലരോടും പറയും, എന്റെ ഭാഷ പെന്തിക്കോസി വന്നതാ ഭാഗ്യം. പെന്തിക്കോസി വന്നതാ. അതുകൊണ്ട് ഞാൻ പെന്തിക്കോസുകാരനാണെന്ന് പറയുന്നതിൽ എനിക്ക് ഭയങ്കര അഭിമാനമാണ്. പെന്തിക്കോസ് ചിലപ്പോൾ കുഴവെറ്റിയതൊക്കെ കാണും. അതൊന്നും എൻ്റെ വിഷയമല്ല. പാലക്കാട്ടിൽ നിന്ന് തിരുവനന്തപുരം പോകുമ്പോൾ എത്ര വണ്ടി ഇടിച്ച് കിടക്കുന്നുണ്ട്. നമ്മൾ തിരിച്ചു പോവുകയാണോ? അല്ലല്ലോ, നമ്മൾ തിരുവനന്തപുരത്ത് പോകണം. വിശുദ്ധ വിമാനം കൊടുത്ത് കിടക്കുന്ന വണ്ടികളുണ്ട്.
അല്ലേ? ഉണ്ട്. 2 വീല് പൊങ്ങിയും 2 വീല് താഴെയായിട്ട് കിടക്കുന്ന വണ്ടിയുണ്ട്. കടയിലോട്ട് ഉരുണ്ട് കയറിയ വണ്ടി ഉണ്ട്, അല്ലേ? 4 വീലും മേളിൽ കിടന്ന് ഇങ്ങനെ കറങ്ങുന്ന വണ്ടിയുണ്ട്, കാരണം എഞ്ചിൻ ഓഫ് ആയിട്ടില്ല, അല്ലേ? എന്നാൽ നമ്മൾ പറയാ വണ്ടിയെല്ലാം ഇടിച്ചു കിടക്കാൻ ഞാൻ പോകുന്നില്ല. നമ്മുടെ പോക്ക് നടക്കുകയല്ല. നമ്മൾ പ്രാർത്ഥിച്ചു, ദൈവകൃപ ശരണയുടെ നിയമമനുസരിച്ച്, ആ ഗവൺമെന്റ് വെച്ച നിയമം അനുസരിച്ച് സൂക്ഷിച്ചങ്ങ് ഓടിച്ചങ്ങ് ചെല്ലണം. കുഴ തെറ്റിയ ഒത്തിരി പേര് ഇതിനകത്ത് കാണുമ്പോൾ എനിക്കത് വിഷയമല്ല. ഈ മാർഗത്തിൽ വന്നത് ആ ഭാഗ്യം. അതുകൊണ്ട് പെന്തിക്കോസുകാരനാണെന്ന് പറയുന്നതിൽ വലിയ അഭിമാനമാണ് എനിക്ക്. അതെ, ഭയങ്കര അഭിമാനമാണ്, ഭയങ്കര അഭിമാനമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വരെ തോന്നില്ല ഇതിനകത്ത് വന്നത് അബദ്ധമാണ്, ഇപ്പോഴും ഖേദമാ നേരത്തെ വരാനൊക്കാഞ്ഞതിൽ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആട്ടെ, ആ ഭാഗം അങ്ങ് വിടുക. അപ്പോൾ ഇത് അബ്രഹാമി പാരമ്പര്യമാണ്. ആദാം മുതൽ നോഹ വരെ 10 തലമുറ, നോഹ മുതൽ അബ്രഹാം വരെ 10 തലമുറ, അബ്രഹാം മുതൽ ദാവീദ് വരെ 14 തലമുറ, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14 തലമുറ, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14 തലമുറ. 2 10 3 14, 3 14 42, 2 10 20, 20 42 62, ആദാം മുതൽ ക്രിസ്തു വരെ 62 തലമുറ എന്ന എണ്ണപ്പെട്ട കണക്ക്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ നോഹയ്ക്ക് 3 മക്കൾ, ഷേം, ഹാം, യാപത്ത്. അതിൽ ഷേമിന്റെ 10ാം തലമുറ അബ്രഹാം. ഇനി രണ്ടാമത്തവൻ ഹാം. ഹാമിന് 4 മക്കൾ, 10ന്റെ 6. മൈക്ക് കൂടെ ആകുമ്പോൾ കുറച്ചുകൂടെ നല്ലതാ, 10ന്റെ 6. നിങ്ങൾ സഹോദരിമാർ ചടികാടാന്ന് വായിക്കുന്നുണ്ട്, എന്നാലും ശബ്ദം ഇല്ലാത്തത് കൊണ്ട് ഈ പാസ്റ്ററെ കൊണ്ടൊന്ന് വായിപ്പിക്കുന്നതിന് ഉണ്ടോ? ഇല്ല. പാസ്റ്റർ വായിക്കും. ഹാമിന്റെ പുത്രന്മാർ കൂശ്, മിസ്രയീം, പൂത്ത്, കനാൻ. കൂശിന്റെ പുത്രന്മാർ 4 ഉള്ളൂ. ഹാമിന്റെ പുത്രന്മാർ ക്രൂശ്, മിസ്രയീം, പൂത്ത്, കനാൻ. പണ്ടൊരാൾ എനിക്ക് വായിച്ചു വന്നു, ഹാമിന്റെ പുത്രന്മാർ ക്രൂശ്, മിസ്രയീം, പൂത്ത്, കനാൻ. ഞാൻ പറഞ്ഞു മിസ്രയീം ഇപ്പൊ പൂക്കണ്ട, അങ്ങ് സ്പീഡിൽ വായിച്ചതാ. ഇവിടെ പിന്നെ ക്ലിയർ ആയിട്ടാ വായിച്ചത്. ഹാമിന്റെ പുത്രന്മാർ ക്രൂശ്, മിസ്രയീം, പൂത്ത്, കനാൻ. 4 പേര്. അത് രണ്ടാമത്തവൻ മിസ്രയീം. മിസ്രയീമിന് 6 പിള്ളേര്. 13ാം വാക്യം. മിസ്രയീമോ, ദൈവദാസം ഒന്ന് വായിച്ചു സഹായിച്ച 13ാം വാക്യം. മിസ്രയീമോ, അനാഥീം, ലഹോദീം, നഫ്താഹീം. ഞാൻ പറയാം. മിസ്രയീമോ, ലൂദീം, അനാമീം, ലഹാബീം, നത്ലൂഗീം, പത്ലൂസീം, കത്ലൂസീം. 6 പേര്. ഇനി 14ാമത്തെ വാക്യത്തിന്റെ ഒടുവിൽ വലിയ കട്ടിയില്ല, വായിച്ചേ. ഇവരിൽ നിന്ന് ഫെലിസ്ത്യർ ഉത്ഭവിച്ചു. അത് വലിയ കട്ടിയില്ലല്ലോ, അതാ ഞാൻ തന്നത്. അപ്പൊ ശ്രദ്ധിച്ചേ, നോഹയ്ക്ക് 3 മക്കൾ, ഷേം, ഹാം, യാപത്ത്. അതിലെ ഷേമിന്റെ 10ാം തലമുറ അബ്രഹാം. രണ്ടാമത്തവൻ ഹാം. ഹാമിന് 4 മക്കൾ. 10ന്റെ 6 ഹാമിന്റെ പുത്രന്മാർ ക്രൂശ്, മിസ്രയീം, പൂത്ത്, കനാൻ. 4 പേര്. അത് രണ്ടാമത്തവൻ മിസ്രയീം. മിസ്രയീമിന് 6 പിള്ളേർ. 13ാം വാക്യം. മിസ്രയീമോ, ലൂദി, അനാമി, ലഗാബി, നത്ലൂഗി, പത്ലൂസി, കത്ലൂസി. ഈ 14ാമത്തെ വാക്യത്തിന്റെ ഒടുവിൽ ഇവരിൽ നിന്ന് പെലിസ്ത്യർ ഉത്ഭവിച്ചു. ഇതാണ് പെലിസ്ത്യ ചരിത്രം. നമ്മുടെ വിഷയത്തിൽ വരണം. ഈ ഉപവാസ പ്രാർത്ഥന കൊണ്ട് മുറുകിയപ്പോൾ 17:4 അപ്പോൾ പെലിസ്ത്യരുടെ പാളയത്ത് നിന്ന് ഒരുത്തം വന്നു. ഇങ്ങനെ പെലിസ്ത്യന്റെ ചരിത്രം. ഈ പെലിസ്ത്യന്റെ ചരിത്രം പറയുന്നത് ഈ കനാൻ ദേശത്തിന്റെ പടിഞ്ഞാറെ തീരത്ത് പെലിസ്ത്യർ കുടിയേറിയെന്ന്. അതുകൊണ്ടാണ് പിൽക്കാലത്ത് പലസ്തീൻ എന്ന പേര് വന്നത്, പെലിസ്ത്യരുള്ളത് കൊണ്ട്. ഈ കനാന്റെ പടിഞ്ഞാറെ തീരത്ത് ഇവർ കുടിയേറി കൈയടക്കിയിട്ട് അവിടെ 5 പട്ടണം പണിത് കനാനിൽ. ഈ 5 പട്ടണം പണിതിട്ട് 5 പട്ടണത്തിന് 5 ദൈവങ്ങളുടെ പേര് കൊടുത്തു. ഒത്തിരി ദൈവങ്ങളുണ്ടല്ലോ, അതിൽ 5 എണ്ണത്തിന്റെ പേര് കൊടുത്തു. അപ്പൊ ഇവരുടെ ചരിത്രം 5 പട്ടണം, 5 ക്ഷേത്രം, 5 മല, 5 പ്രഭു, 5 ദൈവം. ഒരു വാക്യം വായിച്ചേ. ശാമുവേലിന്റെ പുസ്തകം 6ാം അധ്യായത്തിന്റെ 17ാമത്തെ വാക്യം. 6:17. മൈക്ക് കൂടെ ഇവിടുന്ന് മൈക്ക് കൂടെ വായിപ്പിക്കുക, എല്ലാവരും ഒന്ന് കേൾക്കാൻ വേണ്ടിയാ കേട്ടോ. 17 ഇങ്ങോട്ട് മറച്ചു വെച്ചത്. ഇവിടെ ഫെലിസ്ത്യർ യഹോവയ്ക്ക് പ്രായശ്ചിത്തമായിട്ട് കൊടുത്ത പൊന്നുകൊണ്ടുള്ള മൂലക്കൊരുക്കൽ. അസ്തോദിന്റെ പേർ ഗസയുടെ പേർക്കൊന്ന്, യക്രോന്റെ പേർക്കൊന്ന്, ഗത്തിന്റെ പേർക്കൊന്ന്, അസ്കലോൻ അല്ലേ. ഒന്നുകൂടെ വായിച്ചു. യക്രോന്റെ പേർക്കൊന്ന്. ഒന്നുകൂടെ വായിച്ചേ. ഫെലിസ്ത്യർ യഹോവയ്ക്ക് പ്രായശ്ചിത്തമായിട്ട് കൊടുത്ത പൊന്നുകൊണ്ടുള്ള മൂലക്കുരുക്കൾ. അസ്തോദിന്റെ പേർക്കൊന്ന്, ഗസയുടെ പേർക്കൊന്ന്, അസ്കലോന്റെ പേർക്കൊന്ന്, ഗത്തിന്റെ പേർക്കൊന്ന്, യക്രോന്റെ പേർക്കൊന്ന്. അസ്കലോന്റെ പേർക്കും ഗത്തിന്റെ പേർക്ക് യക്രോന്റെ പേർക്കും ഗസയുടെ 5 പട്ടണമാണ്. ഈ 5 പട്ടണത്തിന് 5 പേര്, 5 ദൈവങ്ങളാണ്.
പട്ടണം പണിതേച്ച് ദൈവങ്ങളുടെ പേരിട്ട് പട്ടണം ദൈവങ്ങളുടെ പേരിനാൽ അറിയപ്പെട്ടു. അങ്ങനെ പട്ടണങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, നമ്മുടെ ഇന്ത്യയിലുമൊക്കെ മിക്ക പട്ടണങ്ങൾ ദൈവങ്ങളുടെ പേരിനാൽ അറിയപ്പെടുന്നത്. അതെ, നമ്മുടെ വിഷയം അതല്ലല്ലോ. അപ്പൊ 5 പട്ടണം, 5 ക്ഷേത്രം, 5 മല്ലൻ, 5 പ്രഭു. 5 പ്രഭു എന്ന് 18-ാം വാക്യത്തിലോട് വായിച്ച്. പൊന്നുകൊണ്ടുള്ള എലികൾ, പൊന്നുകൊണ്ടുള്ള എലികൾ, ഉറപ്പുള്ള പട്ടണങ്ങൾ, നാട്ടിൻപുറങ്ങളിലെ ഗ്രാമങ്ങളുമായി ഫെലിസ്ത്യന്റെ 5 പ്രഭുക്കന്മാർ മതി. അപ്പൊ 5 പട്ടണം, 5 ക്ഷേത്രം, 5 പ്രഭു, 5 മല്ലൻ, 5 ദൈവം. വചനം ഗ്രഹിക്കുന്നവരുള്ളത് കൊണ്ട് ഒരു കാര്യം കൊണ്ട് പറയാം. അതുകൊണ്ടാ ദാവീദ് ഈ ഗോലിയാത്തുമായിട്ട് വെല്ലുവിളി ഏറ്റെടുത്തപ്പം തോട്ടിലിറങ്ങി എത്ര കല്ലാ എടുത്തേ? 5 കല്ല്. അതിന് വേദപഠിതാക്കൾ പറഞ്ഞത് 5 മല്ലന്മാരാ, 5 എണ്ണത്തിന് ഒതുക്കാൻ 5 കല്ല്. അല്ലാതെ കല്ല് 5 എടുത്ത് ഒരു വഴിക്ക് പോകാൻ 4-5 കല്ലിരിക്കട്ടെ എന്നോർത്ത്. നല്ല ലക്ഷ്യമാണ്. അതെ, അപ്പൊ 5 പട്ടണം, 5 ക്ഷേത്രം, 5 മല്ലൻ, 5 പ്രഭു, 5 ദൈവം. ഫെലിസ്ത്യ പാളകത്തുനിന്ന് ഗത്യനായ ഗോലിയാത്ത് വന്ന 4-ാം വാക്യം 17:4. അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് വരണം. 10 മണിക്ക് യോഗം, 10 പാട്ട്, 10 ആരാധന, 10:45 പ്രൈസാൻ മറിച്ചപ്പോ 11 ആരാധന മൂത്ത് അപ്പോൾ ആരാധന മൂത്തപ്പോൾ ഒരുത്തം വന്ന അവന്റെ പ്രകൃതിയാണ് 4 മുതലുള്ള വാക്യം ഒന്നുകൂടെ വായിര്. അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് ഗത്യനായ ഗോലിയാത്ത് എന്ന ഒരു മല്ലൻ പുറപ്പെട്ടു. അവൻ 6 മുഴവും ഒരു ചാണെടുപ്പ്. ഇത് വേദപുസ്തക സംഖ്യാശാസ്ത്ര പ്രകാരം കണക്ക് തെറ്റാ, കണക്ക് തെറ്റിയൊരുത്തനാ. 6 മുഴം ഒരു ചാണെടുപ്പം. ഈ 6 എന്നുള്ളത് വേദപുസ്തക സംഖ്യാശാസ്ത്ര പ്രകാരം സാത്താന്യ കണക്കാ. 6 ഇത് മാനുഷികമായിരുന്നു. ഈ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ 6 എന്നുള്ളക്കം സാത്താന്യമായി. അതുകൊണ്ടാണ് നമ്മൾ പെന്തിക്കോസുകാര് 6 ദിവസം ഉപവാസ പ്രാർത്ഥന എങ്ങനെ നടത്താത്തത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ 6 ദിവസത്തെ? 40 വർഷമായെന്നല്ലേ പറഞ്ഞു. കേട്ടിട്ടുണ്ടോ 6 ദിവസത്തെ? ഉണ്ടെന്ന് പറയില്ലേ? ഇല്ലെന്ന് പറഞ്ഞു. ഇല്ല. ഇനി നടത്തുന്നു 6 ദിവസത്തെ? വേണ്ട. നമ്മൾ കേട്ടിരിക്കുന്നില്ല 1, 3, 5, 7, 21, 40. ഇപ്പൊ 41 ഉണ്ട് കേട്ടോ. അതിൽ അവിടുത്തെ പോരാട്ടമാണ്. അവൻ യോഗത്തിന് വന്നിരിക്കുന്നത്. സ്തോത്രം. 6 സാധാന്യ കണക്കാ. ഈ 6 സാധാരണ കണക്കാകാനുള്ള കാരണം 6-ാം ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഈ മനുഷ്യൻ ലംഘനം ചെയ്തപ്പോൾ 6 എന്നുള്ള സംഖ്യ സാധാന്യമായി. 6-ന്റെ അക്കവും പെരുക്കവും എല്ലാം സാധാന്യമാണ്. 1-2 തെളിവ്, ഇഷ്ടം പോലെ തെളിവുണ്ട്. 1-2 തെളിവ് തരാം. അതുകൊണ്ടാണ് ഈ 6 മുഴ ഉയരം ഇവന്. ഇനി മിസ്രൈമിന് ജനിച്ച പിള്ളേർ 6. അതെ, നമ്മൾ 10:13 വായിച്ചത്. മിസ്രൈമോ എണ്ണിക്ക് 6 പിള്ളേര്. മിസ്രൈമോ 10:13. മിസ്രൈമിന് 6 പിള്ളേരായി ജനിച്ചേ. മിസ്രൈമോ 6 എണ്ണം. അപ്പൊ ഈ 6 സാധാരണ കണക്കായതുകൊണ്ട് ശപിക്കപ്പെട്ട മിസ്രൈമിന് ജനിച്ചത് 6 പിള്ളേര്. ഇനി ഒരു തെളിവൂടെ തരാം. മിസ്രൈമിലെ ഭക്ഷണം അതും 6. വായിച്ചേ, സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന്റെ 4-ഉം 5-ഉം. മിസ്രൈമിലെ ഭക്ഷണത്തിന്റെ എണ്ണം പറഞ്ഞേക്കുന്ന 6. വായിക്ക്, ചടിയടാന്ന് വായിച്ചോ. 11:4 താഴത്തെ ആ കണ്ണി. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി മുഴുവൻ ദുരാഗ്രഹികളായി ഇസ്രായേൽ മക്കൾ വീണ്ടും കരഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആര് തരും? ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള, എണ്ണിക്കോണം, തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി. അത്രേ ഉള്ളൂ. 6-ന്റെ അക്കം പോയത് കണ്ടോ? 6 സാധാരണ കണക്കായത് കൊണ്ട് ശപിക്കപ്പെട്ട മിസ്രൈമിന് 6 പിള്ളേര്. മിസ്രൈമിലെ ഭക്ഷണം 6. ഇനിയുണ്ട് തെളിവ്. ദൂരാസമഭൂമിയിൽ നിർത്തിയ ബിംബം. അവിടെ വായിക്കുന്ന ഉയരം 60 മുഴം. ദാനിയേൽ 3:1. അറിവുള്ള ദാനിയേൽ 3:1. ഉയരം 60 മുഴം. 6-ന്റെ കണക്ക് വന്ന കണ്ടോ? അടുത്തത് വണ്ണം 6 മുഴം. അപ്പൊ എല്ലാം 6-ന്റെ കണക്കായി പോകുന്നത്. അപ്പോൾ ശപിക്കപ്പെട്ട മിസ്രൈമിന് 6 പിള്ളേര്. മിസ്രൈമിലെ ഭക്ഷണം 6. ബിംബത്തിന്റെ ഉയരം 60 മുഴം. വണ്ണം 6. ഇനിയുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ സാധാരണ മുദ്രയെ പറ്റി പറയുമ്പോൾ 6, 3, 6 അല്ലേ? 3, 6 അല്ല, 666.
മൂന്നാർ യാന്ന് പറഞ്ഞ അവിടെ ചെന്നാൽ നല്ല തേമ്പ് കിട്ടും. അപ്പൊ 6 അപ്പൊ 6ന്റെ അക്കവും പെരുക്കവുമല്ല സാധാന്യമാണ്. ഇനി വേറൊരു യുക്തിപരമായിട്ടൊരു ചിന്ത പറയാം. നമ്മുടെ പഴയ പെന്തിക്കോസുകാരുടെ സഭാഗോളല്ല 60 അടി നീളമാണ്, അടിയുടെ ആറാട്ടവിടെ. പഴയ ഹോളുകളല്ല, പഴയ അപ്പച്ചന്മാര് പറഞ്ഞ 60 അടി നീളത്തിൽ പണിയിടാ, എന്നാലേ ആഞ്ഞടിക്കാൻ പറ്റുള്ളൂ. തച്ചുശാസ്ത്രവും സംഖ്യാശാസ്ത്രം വേദപുസ്തക സംഖ്യാപ്രകാരം അവന്റെ കണക്കാ. സ്തോത്രം. ഞാൻ ആ ഭാഗം അധികം വിവരിക്കുന്നില്ല, അങ്ങനെ അങ്ങ് വിടുക. അപ്പൊ 6 മുഴ ഉയരമുള്ള ഇവൻ തനി പിശാച ഗോലിയാത്ത്. ഈ ആരാധന അങ്ങോട്ട് ശക്തിപ്പെട്ടപ്പോൾ, അങ്ങനെ ചിന്തിച്ചു, ആരാധനയും പ്രാർത്ഥനയും ഉപവാസവും എല്ലാം ശക്തിപ്പെട്ടപ്പോൾ ഇവൻ രംഗത്ത് വന്നു. ഗോലിയാത്ത് ഇവൻ വന്നിങ്ങനെ എനിക്ക് 6 മുഴ, നമ്മുടെ അടിക്കണക്കല്ല, എബ്രായ അടിക്കണക്കാ. ഏതാണ്ട് വേദ പഠിതാക്കൾ പറഞ്ഞത് നമ്മുടെ അടിക്കണക്ക് വെച്ച് 9 അടിയിൽ മുകളിൽ വരും, അത്രയ്ക്ക് നെടുപ്പമുള്ള ഒരുത്തൻ. ഇവൻ ഇങ്ങനെ വന്ന് നിൽക്കുക ഗോലിയാത്ത്. ഈ ഗോലിയാത്തിന്റെ ഒരു പ്രകൃതി, വന്ന ഉടനെ അവൻ പൽസിക്കത്തില്ല. നമ്മൾ വന്നങ്ങോട്ട് കസാല ഇരുന്ന ഉടനെ പൽസിക്കുന്നു. ആരെയാന്നോ? ഈ ഗോലിയാത്ത് വന്ന ഉടനെ പൽസിക്കത്തില്ല. ഗോലിയാത്ത് വന്നേച്ച് ഇവരെ എല്ലാം ഒന്ന് നോക്കി, ഇസ്രായേൽ മക്കളെ എല്ലാം ഒന്ന് നോക്കി. അപ്പം BTH, BD, MDV, MDH, റിസർച്ച്, കൗൺസിലർ, കൗൺസിലിങ്, പ്രാർത്ഥന, ആരാധന, കൗൺസിലിങ്, ഫയർ കോൺഫറൻസിന്റെ ആള്, പവർ കോൺഫറൻസിന്റെ ആള്, എല്ലാവരും ഉണ്ട്. ഷമ്മ, ഏലിയാവ്, ഷിമയി, അബ്നേര്, ഷൗല്, എല്ലാം മിടുക്കന്മാരാ. അപ്പൊ ഈ ഗോലിയാത്ത് വന്ന് ഇവരെ എല്ലാരും നോക്കി പറഞ്ഞു BTH ആന്ന് പറഞ്ഞു. ഓ BD, MDV, കൗൺസിൽ, യായിന് കാണുന്നതിലല്ലോ വിളിയാണ്. പുള്ളി പറഞ്ഞു ഞാൻ ജനറൽ. ആയിക്കോട്ടെ. സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, സോണൽ, അല്ല എല്ലാരെയും കൂടെ പെടുത്തണമല്ലോ, എന്തിനാ ഒരാളെ മാത്രം പറയുന്നത്? അപ്പൊ ഈ ഗോലിയാത്ത് വന്ന് ഇവരെ എല്ലാം ഇങ്ങനെ നോക്കിയിട്ട് ഇവൻ വെല്ലുവിളിയാ. അവിടെ വായിക്കുന്നത്, അവൻ നിന്ന് ഇസ്രായേൽ മക്കളോട് വിളിച്ചു പറഞ്ഞത്. 8-ാം വാക്യം വായിച്ച്, സമയം പോകുന്നുണ്ട്, ഓടിച്ചു പറയാം. അവൻ നിന്ന് ഇസ്രായേൽ നിരകളോട് വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ വന്ന് പടയ്ക്ക് അണിനിരക്കുന്നതിന് ഞാൻ ഫെലിസ്തീനെ, നിങ്ങൾ ശൗലിന്റെ ജയപകരും അല്ലയോ? പിന്നെ നിങ്ങൾ ഒരുത്തനെ, നിങ്ങൾക്ക് എലക്ഷൻ തരിക, തെരഞ്ഞെടുപ്പ്, വോട്ടിട്ടോ, ചീട്ടിട്ടോ, കള്ളയോട്ടിട്ടോ, കാശ് കൊടുത്തോ, കാല് വാരിയോ, കുതികാല് വെട്ടിയോ, പള്ളു പറഞ്ഞോ, അവന്റെ കോതുകാല് വെച്ചോ, നിങ്ങൾ എന്തേലും ഒന്ന് പറ. ഒന്നേ സ്തോത്രം പറ, ഇല്ലെങ്കിൽ ഹല്ലേലൂയ പറയണം, ഇല്ലെങ്കിൽ എന്റെ ദൈവമേ എന്നെങ്കിലും പറ. സ്തോത്രം. നിങ്ങൾ ഒരുത്തനെ തെരഞ്ഞെടുക്കണം. ഗോലിയാത്ത് പറയാ, നിങ്ങൾ ഒരുത്തനെ തെരഞ്ഞെടുത്ത്, വായിച്ചേ. ആ തെരഞ്ഞെടുത്ത അവനെ ഓഫീസിൽ ഇരുത്തരുത്, പടക്കളത്തിലോട്ട് ഇറക്കി വിടണം. ഇറക്കി വിടുക. പിന്നെ അവൻ എന്നോട് അംഗം പൊരുതി എന്നെ കൊല്ലുവാൻ പ്രാർത്ഥനയാൽ ഞങ്ങളെല്ലാം നിങ്ങൾക്കടിമ. അല്ല, ഞാൻ അവനെ കൊന്ന് വകവരുത്തിയാൽ നിങ്ങളല്ല എനിക്കടിമ. ഇതാ വെല്ലുവിളിയുടെ സാരാംശം. എന്ന് പറഞ്ഞ എല്ലാവരുടെ കിടന്ന് ഒച്ചപ്പാടും ബഹളം ഒന്നും വെക്കണ്ട, ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോരുതാന്ന് ഫൈറ്റ് ചെയ്യാ, ഒറ്റയ്ക്കൊറ്റയ്ക്ക്. ഇതാണ് ഗോലിയാത്തിന്റെ വെല്ലുവിളി. ഞാൻ ഓടിച്ചു പറയാ, വിശദീകരിക്കുന്നില്ല. ഗോലിയാത്ത് ഇങ്ങനെ വന്ന് വെല്ലുവിളിക്കുക, നിങ്ങളൊരുത്തനെ തെരഞ്ഞെടുക്കുക, അവൻ ഇങ്ങോട്ട് വിട്, ഞങ്ങൾ തമ്മിൽ ഫൈറ്റ് ചെയ്യും. ഞാൻ അവനെ കൊന്നൊടുക്കിയാൽ നിങ്ങളെല്ലാം ഞങ്ങൾക്കടിമ. അതല്ല, അവൻ എന്നെ കൊന്നാൽ ഞങ്ങളെല്ലാം നിങ്ങൾക്കടിമ. ഇതാ വെല്ലുവിളി. ഈ വെല്ലുവിളി ഇവൻ ഇങ്ങനെ നടത്തിയപ്പോൾ എന്തോ സംഭവിച്ചു. 24-ാം വാക്യം, 24. അവനെ കണ്ട് എന്ന് പറഞ്ഞാൽ ഇവന്റെ നിപ്പും നിലപാടും ചൊല്ലുത്തുവാ. അവനെ കണ്ടപ്പോൾ ഇസ്രായേലിയരൊക്കെയും ഏറ്റവും ഭയപ്പെട്ടു. അവന്റെ മുമ്പിൽ നിന്ന് ഓടി. ഇനി വേറൊരു ചിന്ത പറയാ. ഈ ഗോലിയാത്ത് വന്ന് വെല്ലുവിളിച്ചത്, ഇങ്ങോട്ട് ഇറങ്ങി വാ, ഞാനും വരിക, യുദ്ധം ചെയ്യാന്ന് മാത്രമല്ല. വേദ ചിന്തകന്മാര് പറയുന്നത്, ഇവൻ വെല്ലുവിളിച്ചിട്ട്, മുമ്പ് സൂചിപ്പിച്ചല്ലോ, 5 ദൈവങ്ങളുണ്ട് ഫെലിസ്ത്യർക്ക്. ഇവൻ വെല്ലുവിളി നടത്തിയേച്ച് 5 ദൈവങ്ങളുടെ പേര് പറഞ്ഞ് നാമം ചൊല്ലും. 5 ദൈവങ്ങളുടെ ഇവൻ നാമം ചൊല്ലുന്നവനാ. 43-ാമത്തെ വാക്യത്തിന്റെ
രണ്ടാമത്തെ ഭാഗത്തിൽ തന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി എന്നൊരു വാക്യം കൊണ്ട് വായിച്ചേ. തന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി. അപ്പൊ ഇവൻ നാമം ചൊല്ലുന്നവനാ. ആര്? ഗോലിയാത്ത്. 5 ദൈവങ്ങളുടെ നാമം ചൊല്ലും. ചുമ്മാ വെല്ലുവിളി മാത്രമല്ല, ഒരുത്തം മാടാ ഞാനും വരാന്ന് പറയല്ല. ഇത് പറഞ്ഞേച്ച് ഇവൻ നാമം ചൊല്ലും. നാമം ചൊല്ലും, നന്നായിട്ട് നാമം ചൊല്ലും. നമ്മളും കണ്ടതല്ലേ, റോഡ് നിറച്ച് ബ്ലോക്കായത്. എനിക്കൊന്ന് അവിടെ യോഗത്തിന് വന്നപ്പോഴാ സ്തോത്രം. ഇവൻ നാമം ചൊല്ലും. ഗോലിയാത്ത് ഇവൻ ദേവന്മാരുടെ നാമം ചൊല്ലി. ഇനി ദേവന്മാരുടെ നാമം ചൊല്ലിയത് എങ്ങനെയാന്ന് പറയാം. 16-ാമത്തെ വാക്യം വായിച്ച എങ്ങനെയാ ചൊല്ലിയത്, എപ്പോഴാന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ആ ഫെലിസ്ത്യൻ 40 ദിവസം. അപ്പൊ നാമം ചൊല്ലിയത് എപ്പോഴാ? 40 ദിവസവും നാമം ചൊല്ലിയെന്ന്. ആ ഫെലിസ്ത്യൻ 40 ദിവസം മുടങ്ങാതെ രാവിലെയും വൈകുന്നേരം. അപ്പൊ ഇങ്ങനെ ചിന്തിച്ചു, ഇവൻ വെല്ലു വിളിച്ചിട്ട് നാമം ചൊല്ലും 5 ദൈവങ്ങളുടെ നാമം. ഗത്തിലെ ദേവൻ, എക്രോന്യ ദേവൻ, ഗസയിലെ ദേവൻ, അസ്കലോന്യ ദേവൻ. ഈ ദേവന്മാരുടെ നാമം ചൊല്ലും. നിന്ന് ചൊല്ലുക. അത് എത്ര ദിവസമാ? 40 ദിവസം. അത് മുടങ്ങാതെ. മാത്രമാണല്ലോ രാവിലെയും വൈകുന്നേരവും. ഈ ശാശാന്നയിലും എന്ത് മാതൃകാപരമായിട്ടാ നാമം ചൊല്ലുന്നത്. നമ്മളൊരു സ്തോത്രം പറഞ്ഞേച്ച് പിന്നെ ആയുസ് മിണ്ടുകയല്ല. യോഗത്തിന് വന്നപ്പോ ഒരു സ്തോത്രം പറഞ്ഞേച്ച് പിന്നെ ഇരിക്കുക. പിന്നെ മിണ്ടുകയല്ല. പിന്നെ ചില ആൾക്കാരുണ്ട് സ്തുതിച്ചാട്ടെ. ഇയാൾക്ക് പിന്നെ എന്നാ പരിപാടി? 40 ദിവസം രാവിലെയും വൈകിട്ടും മുടങ്ങാതെ അവന്റെ ദേവന്മാരുടെ നാമം ചൊല്ലിയെന്ന്. ഈ നാമം ചൊല്ലുന്നത് പതുക്കെയല്ല. അതാ വിചിത്രം. എല്ലാരും കേൾക്കെ. 18-ാം വാക്യം വായിച്ചേ. അല്ല 12-ാം വാക്യം. 11 മുതൽ. എന്നാൽ ദാവീദ് 11-ാം വാക്യം വായിച്ചേ. ഫെലിസ്ത്യന്റെ ഈ വാക്ക് ശൗലും എല്ലാ ഇസ്രായേലിനും കേട്ടപ്പോൾ എല്ലാരും കേൾക്കയാ ഇത് ചൊല്ലിയത്. എങ്ങനുണ്ട്? ഇവർ രാവിലെ മന്ത്രം ചൊല്ലും, വൈകിട്ടും മന്ത്രം ചൊല്ലും, 40 ദിവസം ചൊല്ലും. അത് മുടങ്ങാതെ ചൊല്ലും. എല്ലാരും കേൾക്ക ചൊല്ലും. നീ ഒരു സ്തോത്രം പറഞ്ഞ അടുത്തിരിക്കുന്നവൻ പോലും കേൾക്കുന്നില്ലല്ലോ. ഞാൻ എപ്പോഴും പറയും 90 കിലോ ഉണ്ട്. നീ ഇന്ന് വരെ 1/2 കിലോയുടെ സ്തോത്രം പറഞ്ഞിട്ടുണ്ടോ? 2 കോഴിയെ പൊരിച്ചാ നീ അങ്ങകത്താക്കുമല്ലോ. 1 കിലോയുടെ സ്തോത്രം പറഞ്ഞിട്ടുണ്ടോ? ശാശാന്നേലും അവനെ കണ്ടു പഠിക്ക്. അവൻ രാവിലെ മന്ത്രം ചൊല്ലും, വൈകിട്ട് മന്ത്രം ചൊല്ലും, 40 ദിവസവും ചൊല്ലും, മുടങ്ങാതെ ചൊല്ലും, എല്ലാരും കേൾക്കുകയും ചൊല്ലും. അങ്ങനെയെങ്കിൽ അഖിലാണ്ടം കണ്ട ഉടയവനായ ദൈവത്തെ, നിനക്ക് വേണ്ടി ജീവനെ തന്ന ദൈവത്തെ, നമുക്ക് വേണ്ടി രക്തം ചിന്തിയ ദൈവത്തെ, നമുക്ക് വേണ്ടി പ്രാണനെ തന്ന കർത്താവിന് ഉച്ചൈസ്തരം അവനെ സ്തുതിക്കണമെന്നായി പറഞ്ഞത്. കയ്യും കെട്ടി വായു മൂട്ടി അല്ലിരിക്കേണ്ടത്. അവൻ ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇവന്റെ 40 ദിവസവും വെല്ലുവിളിച്ച്, ഇങ്ങനെ വെല്ലുവിളിച്ച് മന്ത്രം ചൊല്ലുക, വേദമന്ത്രം ചൊല്ലുക രാവിലെയും വൈകിട്ട്. നിങ്ങൾ ചിന്തിച്ച്, നമ്മുടെ വീടുകളിലൊന്നും അങ്ങനെ മിക്ക വീട്ടിലും രാവിലെ പ്രാർത്ഥനയില്ല. നിങ്ങൾ ഹൈന്ദവരെ പഠിച്ചേ. കാറ്റാന്നേലും മഴയാന്നേലും കൊടുങ്കാറ്റാന്നേലും ഇടി വെട്ടിയാലും സുനാമി ആന്നേലും എന്തോ കുന്തം വന്നാലും കൊള്ളാം, കൃത്യം 4:45 റെക്കോർഡ് ഇടും. കൃത്യം 4:45. ശ്രദ്ധിച്ചോണം. പെർമനന്റ് കോളാമ്പി കെട്ടിവെച്ചിരിക്കുക. ആലാന്നേ ആല്, തൂണാന്നേ തൂണ്, മരമാന്നേ മരം, എവിടെ പെർമനന്റ്. കൃത്യം 4:45 ഒരു 6:15 വരെ എന്ന് പറഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ. അതിങ്ങനെ സ്തുതി ഗീതങ്ങളാ. ചുരുക്കി പറഞ്ഞാൽ ഒരു 5:30 ആകുമ്പോ അന്തരീക്ഷം മുഴുവൻ ഈ മന്ത്രത്തിൽ മുഖരിതമാണ്. അന്നേരം പെന്തിക്കോസുകാരൻ വൈകിട്ട് നല്ല പൂണന്റെ തീറ്റ് നിന്നേച്ച് 5 മണിയാകുമ്പം നല്ല പിള്ളേർ വെളിയിൽ നിന്ന് തന്ന പുതപ്പ് ഒന്നുകൂടെ പുതച്ച് ഫാൻ 5 കടന്നത് തിരിച്ച് 1 ആക്കിയിട്ട് 1 നോക്കിയിട്ട് പിന്നെ നല്ല സുഖമായിട്ട്
അന്നേരം അവിടെ ചൊല്ലി അന്തരീക്ഷം മുഴുവൻ മന്ത്രോച്ചാരണം കൊണ്ട് നിറയുക. അത് 6:15 അവരുടെ പരിപാടി നിൽക്കും. അന്നേരം നമ്മൾ പെന്തിക്കോസുകാർ 7:15 അതൊക്കെ എഴുന്നേറ്റ് വന്നു തൂത്തേച്ചു ഒരു കോപ്പ കാപ്പി പോലും കഴുകാതെ വിഡി അത് മുഴുവൻ അങ്ങ് മാറ്റി. എന്നിട്ട് ചെല്ല് ആ കട്ടിലെന്ന് പതുക്കെ ഇങ്ങനെ, നിങ്ങൾ കണ്ടിട്ടില്ലേ, മനമേ പക്ഷികണ, എന്തിനാടാ നീ ഇങ്ങനെ ജീവിക്കുന്നത്? ഉള്ള പൂണന്റെ തീറ്റി തിന്ന് വെച്ച് രാവിലെ പ്രാർത്ഥിക്കാതെ നീയും ബമ്പളയും ഇന്ന് രാത്രി നിന്നോടും കൂടെ ആ ദൂത് പറഞ്ഞത്, നീ രാവിലെ ദൈവസന്നിധി ഇരിക്കേ. അവൻ കയറി അന്തരീക്ഷം ബന്ധിക്കുക. അന്തരീക്ഷം ബന്ധിക്കുമ്പോൾ പെന്തിക്കോസുകാരാ, നീ മാണ്ട് കിടക്കാതെ നീ രാവിലെ ഉണർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്ക്. നിന്റെ കുടുംബത്തിനകത്ത് ആരാധന ഉയരട്ടെ, നിന്റെ വീടിനകത്ത് പ്രാർത്ഥന ഉയരട്ടെ, നിന്റെ ഭവനത്തിൽ സ്തുതി സ്തോത്രം ഉയരട്ടെ. ഹല്ലേലൂയ. രാവിലെ ഉണർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്ത്, ദൈവത്തിന് സ്തോത്രം പറ, ദൈവത്തെ ആരാധിക്ക്. നിന്റെ കുടുംബത്തിൽ സ്തോത്രയാഗം ഉയരട്ടെ. വേച്ചാൻ സിപ്പിട്ടത് ഞാൻ നിർത്താൻ വേണ്ടിയായിരിക്കും. എന്തായാലും ഒരു അല്പം കൂടെ എടുത്തിട്ടേ നിർത്തുന്നുള്ളൂ. പിന്നെ ഇച്ചിരോടെ എടുത്തോട്ടെ. വേച്ചാവരും ഞാൻ വെച്ചാന് പോണോ? ഞാൻ നല്ല കാര്യമാ പറയുന്നത്. സ്തോത്രം. ഞാൻ ഹൃദയവേദനയോടാ ഇത് പറയുന്നത്. നിന്റെ കുടുംബത്തിനകത്ത് ആരാധന ഉയരണം. കുഞ്ഞുങ്ങളുമായിട്ട് രാവിലെ ഇരുന്ന് പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്ത്. നിന്റെ ഭവനത്തിൽ സ്തോത്രം ഉയരട്ടെന്ന്, ആരാധന ഉയരട്ടെ. ഹല്ലേലൂയ. ഈ സൗത്ത് സോണലിന്റെ ഈ ഉപവാസ പ്രാർത്ഥന ഒടുവിലത്തെ രാത്രി പറയാനുള്ള ദൂത് ഒന്നും നടന്നില്ലേലും കുടുംബാരാധന ശക്തമാക്ക്. രാവിലെ വൈകിട്ട് പ്രാർത്ഥന ഉയരട്ടെ, രാവിലെ വൈകിട്ട് ആരാധന ഉയരട്ടെ. ഗോലിയാത്തിനെ കണ്ടുപിടിക്കും. രാവിലെ വൈകിട്ട് മുടങ്ങാറ 40 ദിവസം നാമം ചൊല്ലിയൊന്ന് എല്ലാരും കേക്ക്. ഇവനിങ്ങനെ വേലമന്ത്രം ചൊല്ലി വെല്ലു വിളിച്ചപ്പോൾ 24 വാക്യം പറയാ, അവനെ കണ്ടപ്പോൾ ഇസ്രായേൽക്കൊക്കെയും ഏറ്റവും ഭയപ്പെട്ടു. അവന്റെ മുമ്പിൽ നിന്ന് ഓടി. കുറുവാക്യം മറക്കരുത്, എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടുവന്ന. ഇതിപ്പോ നേരെ തിരിഞ്ഞു. ഗോലിയാത്ത് എതിർത്ത് വന്നപ്പോൾ ഇവര് ഓടി. എങ്ങോട്ട് ഓടി? അവിടെ വായിക്കുന്നത്, അവനെ കണ്ടപ്പോൾ ഇസ്രായേലെല്ലാം ഏറ്റവും ഭയപ്പെട്ട് അവന്റെ മുൻപിൽ നിന്ന് ഓടി. ഈ മുൻപിൽ നിന്ന് എന്നേക്കാൾ ജ്ഞാനമുള്ള ആളാന്നറിയാം. അവന്റെ മുൻപിൽ നിന്ന് ഓടിയെന്ന് പറഞ്ഞ എങ്ങോട്ട് ഓടിയെന്നാ? പുറകോട്ട് ഓടി. യാക്കോബ് പറഞ്ഞത് എതിർത്ത് നിൽക്ക്, അവൻ ഓടുവന്ന. പക്ഷെ ഇവിടെ നേരെ തിരിഞ്ഞു. അവൻ എതിർത്തപ്പോ ഇവര് പുറകോട്ട് ഓടി. ചില കാര്യം ഇവിടെ പറഞ്ഞ് വേഗത്തിലങ്ങ് നിർത്താം. ഈ മല്ലനാകുന്ന ഗോലിയാത്ത് വെല്ലുവിളിച്ച് ഈ വേലമന്ത്രം ചൊല്ലി ഇവനിങ്ങനെ ചൊല്ലി നിന്നപ്പം ഇസ്രായേൽ മക്കളെല്ലാം കൂടെ പുറകോട്ട് ഓടി. ഓടാൻ കാരണം നിങ്ങൾ എന്തേലും എന്ന് പറ, നമുക്ക് പോകണ്ടേ? ഓടാൻ കാരണം ഭയപ്പെട്ടെന്നൊരു പ്രയോഗമുണ്ട്. എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഭയമല്ല. ഇവര് ഈ ശൗലിന്റെ കൂടെ ഉള്ളവര് പേടിത്തൊണ്ടന്മാരല്ല. ഒരു വാക്യം വായിച്ചേ, 14:52. ചടികടാന്ന് വായിക്കാമെങ്കിൽ പെട്ടെന്ന് പോകാം, ഇല്ലേ പിന്നെ സമയം പോകും. 14:52. ശൗലിന്റെ കൂടെ ഉള്ളവരാരാ? ആ ചെറിയ കണ്ണിയ 15 നേരെ. ശൗലിന്റെ കാലത്തൊക്കെയും ശൗലിന്റെ കാലത്തൊക്കെ പെരിസ്യരോട് കടനയുദ്ധമുണ്ടെന്നാൽ ശൗൽ യാതൊരു വീരനെയോ ശൂരനെയോ കണ്ടാൽ അവനെ തന്റെ അടുക്കൽ ചേർത്തു. അപ്പൊ ശൗലിന്റെ കൂടെയുള്ളവരാരാ? വീരന്മാരും ശൂരന്മാരും. പേടിത്തൊണ്ടന്മാരല്ലോ, അല്ല, തെളിഞ്ഞല്ലോ. വീരന്മാരും എന്ന് പറഞ്ഞാൽ ശൗല് രാജവീതി കൂടെ ഉലാത്തുമ്പോൾ തടിവന്റെ ഇടമുള്ള ദൃഢഗാത്രന്മാർ ആരെയും കണ്ടപ്പോൾ ശൗല് നോട്ട് ചെയ്ത് പടയാളികൾ അത് സേവകരോട് പറയും അവനെ പാലസിലോട്ട് വിളിച്ചേക്കാൻ. രാജാവ് വാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് പാലസ് വന്നു കഴിയുമ്പോൾ അവൻ വരും. വന്നാൽ ചോദിക്കും, നീ ആരാന്ന് ചോദിക്കും. ഇനി ആളാ, പട്ടാളത്തിൽ അപ്പോയിന്റ്മെന്റ് ആണ്. കാരണം വീരനെയോ ശൂരനെയോ കണ്ടാ വിടുകയല്ല, കൂടെ നിർത്തും. അപ്പൊ ശൗലിന്റെ കൂടെയുള്ളവരെല്ലാം വീരന്മാരും. അതാ ഞാൻ പറഞ്ഞ BTH, BD, MDU, MDH, റിസർച്ചും സൈക്കാട്രിസ്റ്റും കൗൺസിലറും എല്ലാം മിടുക്കന്മാരാ. പിന്നെ ആകെ പോഷനായിട്ടുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ.
എനിക്ക് കുടുംബശ്രേഷ്ഠതയില്ല, കളറുമില്ല, സ്വരമാണ് ഒട്ടും മാനുഷികമായി. പിന്നെ ആകെ അഭിഷേകം ഉള്ളത് കൊണ്ട് അത് മതി. ശൗലിന്റെ കൂടെ ഉള്ളവരെല്ലാം വീരന്മാരും അപ്പൊ പേടിത്തൊണ്ടന്മാരല്ല. അപ്പൊ ഈ വീരശൂര പരാക്രമികൾ പിന്നെ എന്തിനാ പുറകോട്ട് ഓടിയത്? എല്ലാം വീരന്മാരും ശൂരന്മാരും അല്ലേ, പിന്നെ എന്തിനാ പുറകോട്ടോ? അത് പറഞ്ഞു നിർത്താം. എന്തായാലും നിങ്ങൾ പോകുമ്പോ എന്തേലും പള്ളു പറയും, അയാൾക്ക് അത്രയും സമയം എടുക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയുമെന്ന് എനിക്കറിയാം. എന്തായാലും പണ്ടൊരാൾ പറഞ്ഞ പോലെ ചത്താലും ചത്തില്ലേലും ചവടക്കാം. അപ്പൊ അതുകൊണ്ട് ഏതായാലും അങ്ങ് പറയാം, ആർക്കെങ്കിലും ഒരാൾക്ക് ഗുണമാന്നേ വരട്ടെ. ഈ വീരന്മാര് ശൂരന്മാര് പുറകോട്ട് ഓടിയല്ല, പേടിത്തൊണ്ടന്മാരല്ല. പിന്നെ എന്തുകൊണ്ട് ഇവര് പുറകോട്ട് ഓടി? പുറകോട്ട് ഓടാൻ കാര്യം, പണ്ട് ഇസ്രായേലി ഫെലിസ്ത്യര് ഒരു തന്ത്രം ഉണ്ടാക്കി. ഇസ്രായേലിന്റെ ഒരു പ്രത്യേകത, ഇസ്രായേലിൽ കൊല്ലന്മാരുടെ അയ്യരുകളില്ല. കൊല്ലന്മാരുടെ എമ്പടി കൊല്ലന്മാരാ. കൊല്ലന്റെ പണി എന്നാ? ആയുധം ഉണ്ടാക്കുക. പെന്തിക്കോസ്കാരന്റെ പണി എന്നാ? പാര വെക്കുന്നതാണോ? അവനുണ്ടാക്കുന്ന മുടുത്ത പാര എടുത്ത് കുഞ്ഞുഞ്ഞെന്ന് വെച്ചാൽ ചണങ്ങാതിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് നോക്കുക വെച്ച പാര കേൾക്കുന്നുണ്ടോ. നമ്മുടെ പണി ആയുധപ്പുര കയറുക. നമ്മുടെ ആയുധപ്പുര പ്രാർത്ഥനാ മുറിയ. പെന്തിക്കോസുകാരന്റെ ആയുധപ്പുര പ്രാർത്ഥനാ മുറിയ. നമ്മുടെ പോരിന്റെ ആയുധം ജഡീകമല്ല, കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തിയാ. അപ്പൊ ഇസ്രായേലിൽ ഈ കൊല്ലന്മാരുടെ അയ്യരുകളിയാ. ഈ കൊല്ലന്റെ പണി ആയുധം ഉണ്ടാക്കുക. അപ്പൊ കൊല്ലൻ എമ്പിടി ഉള്ളത് കൊണ്ട് ആയുധം ഇഷ്ടം പോലെ ഉണ്ട്. ആയുധത്തിന് പഞ്ഞമില്ലാത്തതിനാൽ ഇസ്രായേൽ മക്കൾക്ക് യുദ്ധത്തിൽ ജയമാണ്. യുദ്ധത്തിൽ ആയുധം ഒത്തിരി ഉണ്ട്. ഈ ആയുധം ഉള്ളത് കൊണ്ട് യുദ്ധത്തിൽ ജയം. അപ്പൊ ഫെലിസ്ത്യര് കമ്മിറ്റി കൂടി ചോദിച്ചു, ഇവന്മാര് വെച്ചടി ജയിക്കുകയാണല്ലോ, എന്നാ കാര്യം? അപ്പം ഫെലിസ്ത്യ മൂപ്പന്മാര് പറഞ്ഞത്, ജയിക്കാൻ കാര്യം അവരുടെ ഇടയിൽ ഇഷ്ടം പോലെ കൊല്ലനുണ്ട്. അതിന് കൊല്ലം പച്ചിരുമ്പ് കാച്ചി പഴിപ്പിക്കുക, അടിച്ച് ആയുധം ഉണ്ടാക്കി കൊടുക്കുക, കൂത്തിയിരുന്ന് പച്ചിരുമ്പ് പഴിപ്പിക്കുക. പ്രാർത്ഥിക്കുന്ന അമ്മമാരുണ്ടെന്ന്, പ്രാർത്ഥിക്കുന്ന സഹോദരിമാരുണ്ടെന്ന്, പച്ചിരുമ്പ് കാച്ചി പഴിപ്പിക്കുന്നെന്ന് പ്രാർത്ഥിക്കുന്ന സഹോദരന്മാരുണ്ടെന്ന്, പ്രാർത്ഥിക്കുന്ന പിതാക്കന്മാരുണ്ടെന്ന്. അപ്പൊ ഫെലിസ്ത്യര് കമ്പറ്റി കൂടി പറഞ്ഞു, അവര് ഇഷ്ടം പോലെ കൊല്ലനുണ്ട്, കൊല്ലനുള്ളത് കൊണ്ട് ആയുധത്തിന് പഞ്ഞമില്ല, ആയുധത്തിന് പഞ്ഞമില്ലാത്തതിനാണ് യുദ്ധത്തിൽ ചെയ്യാം. അപ്പൊ ഫെലിസ്ത്യര് കമ്മിറ്റി കൂടി ബില്ല് പാസ്സാക്കി, അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിലെ കൊല്ലനെ എല്ലാം അങ്ങ് ഒതുക്കിയേക്കാൻ. ഇസ്രായേലിലെ ഇത് പോയാൽ കിട്ടത്തില്ല, അതിനാ ഇരിക്കാൻ പറഞ്ഞേ. പിന്നെ ഇസ്രായേലിലെ കൊല്ലനെയല്ല ഒതുക്കുക. അങ്ങനെ ഒതുക്കി ഇപ്പൊ ഇസ്രായേലിൽ കൊല്ലനില്ല. വായിച്ചേ, ശമൂവേലിന്റെ 1-ാം പുസ്തകം 13:19 മുതൽ വായിച്ചേ. എന്നാൽ ഇസ്രായേൽ ദേശത്തെങ്ങും ഒരു കൊല്ലനെ കാണാനില്ല. ഒരൊറ്റ കൊല്ലനെ ഇപ്പൊ കാണാനില്ല. കണ്ടോ, മാഷി ഇട്ട് നോക്കിയ ഒരെണ്ണത്തിന്. എന്നാൽ ഇസ്രായേൽ ദേശത്തെങ്ങും ഒരൊറ്റ കൊല്ലനെ കാണാനില്ലായിരുന്നു. ഇപ്പൊ ഈ പ്രാർത്ഥിക്കുന്നവരില്ലല്ലോ, കുറച്ച് അധികമില്ല. പ്രാർത്ഥനയെ പറ്റി പ്രസംഗിക്കുന്നവരുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. പ്രാർത്ഥനയെ പറ്റി പ്രബന്ധം അവതരിപ്പിക്കുന്നുണ്ട്, പ്രാർത്ഥനയെ പറ്റി ഉപന്യാസം എഴുതുന്നവര് ഉണ്ട്, പ്രാർത്ഥനയെ പറ്റി ബുക്ക് എഴുതുന്നവരാണ്. അതൊക്കെ തെറ്റാന്നല്ല, നല്ലതാ. പ്രാർത്ഥനയുടെ ഗ്രീക്കും ഹീബ്രുവും മൂലഭാഷയും പഠിപ്പിക്കുന്ന ആൾക്കാര് അത് വേണ്ടെന്നല്ല, നല്ലതാ. എന്താണ് പ്രാർത്ഥന? സബ്ജക്റ്റാ. എന്താണ് പ്രാർത്ഥന, എന്തല്ല പ്രാർത്ഥന? നാം പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ ഇരിക്കണം? എങ്ങനെയും ഇരുന്ന് പ്രാർത്ഥിക്കരുത്. നീ കഥേരയിലിരുന്നോ, നിലത്തിരുന്നോ, പായിലിരുന്നോ, നീ ഒലച്ചാതെ എങ്ങനെയും അങ്ങ് പ്രാർത്ഥിക്കും. നാം പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ? പ്രാർത്ഥനയുടെ ഗ്രീക്ക് തപ്പി ഊപ്പാട് വരികയല്ല, നീ 5 മിനിറ്റ് പ്രാർത്ഥിക്കൂ. അല്ല, ഇപ്പൊ ഒറ്റ കൊല്ലനെ കാണാനില്ല. വായിരേ, എന്നാൽ ഇസ്രായേൽ ദേശത്തെങ്ങും എന്നാ ഒരു മടുപ്പ്, ഒരു കൊല്ലനെ കാണുവാൻ. എന്നാൽ ഇസ്രായേൽ ദേശത്തെങ്ങും ഒരു ഒറ്റ കൊല്ലനെ കാണുവാനില്ല.
എബ്രായർ വാളോ കുന്തമോ തീർപ്പിക്കരുതെന്ന് ഫെലിസ്ത്യര് പറഞ്ഞു. അവര് കമ്മിറ്റി കൂടി ബില്ല് പാസ്സാക്കി ഇവര് വാളും കുന്തവും തീർക്കരുത്. അതിനാ എല്ലാവരും ഒതുക്കുന്നത്. അടുത്തത് ഇസ്രായേലിയർ തങ്ങളുടെ കൊഴു കലപ്പ മഴു മമ്മട്ടി എന്നിവ കാച്ചിപ്പാൻ ഫെലിസ്ത്യന്റെ അടുക്കൽ ചെല്ലേണ്ടി വന്നു. ഗതികാട് കണ്ടോ? ഇതെല്ലാം കൂടെ ചുമ്മിക്കട്ടി അങ്ങോട്ട് പോവുക. അവിടെ കോട്ടയത്ത് വിടുതലുണ്ട്, കോടിമത വിടുതലുണ്ട്, ബാംഗ്ലൂർ വിടുതലുണ്ട്, കൊട്ടാരക്കര വിടുതലുണ്ട്, തള്ളി താഴെ ഇടുന്നുണ്ട്, പേര് വിളിച്ച് പറയുന്നു, വണ്ടി നമ്പർ പറയുന്നു, ആമേൻ സ്തോത്രം, പേര് പറഞ്ഞു സൂസി. എവിടെ ഭർത്താവ് ഒരു 50 പ്രാവശ്യം വിളിച്ചു സൂസി എന്ന് വിളി, മിണ്ടിയിട്ടുമില്ല, അവനെ അനുസരിച്ചിട്ടുമില്ല. എങ്ങാനും കലപ്പ മഴു മമ്മട്ടി എന്നിവ കാച്ചിപ്പാൻ ഫെലിസ്ത്യരുടെ അടുക്കൽ കൊണ്ടുചെല്ലും. എന്നാൽ മൺവെട്ടി മമ്മട്ടി കലപ്പ മുപ്പല്ലി എന്നിവയ്ക്കായിട്ട് മുടിക്കോൽ കൂർപ്പിപ്പാനും അവർക്ക് അരമുണ്ടായി. അവർക്ക് ആരുടെ? ഫെലിസ്ത്യന്റെ ഇങ്ങോട്ട് വെച്ചാൽ ഫെലിസ്ത്യന്റെ കയ്യിൽ അരമുണ്ട്. ഇവര് രാവിലെ ഇതെല്ലാം ചുമ്മിക്കെട്ടി അങ്ങോട്ട് ചെല്ലുമ്പോ അവന്റെ ഇരിക്കുന്ന അരം കൊണ്ട് 2 രാഗ്, ചെന്നപ്പോ ഒരു രാഗ്, പോന്നപ്പോ ഒരു രാഗ്, മതിയല്ലോ. വിവരിക്കാൻ നേരമില്ലാത്ത കൊണ്ടാ. അടുത്ത വാക്യമാണ് ശ്രദ്ധേയം, ഉറക്കെ സ്ഫുടമായിട്ട് വായിച്ചേ. ആകയാൽ യുദ്ധസമയത്ത് ശൗലിനോടും യോനാഥാനോടും കൂടെയുള്ള ജനത്തിൽ ഒറ്റൊരുത്തന് വാളും കുന്തവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാ പുറകോട്ട് ഓടിയത്. പേടിത്തൊണ്ടന്മാരല്ല, വീരന്മാര് ശൂരന്മാരുമാ. പിന്നെ ഈ ഗോലിയാത്ത് വെല്ലുവിളിച്ചപ്പോൾ ഇവര് പുറകോട്ട് ഓടാൻ കാര്യം ഒറ്റൊരുത്തന് വാളും ഒറ്റൊരുത്തന്റെ ആയുധമില്ല. ചുമ്മാ നിന്നിങ്ങനെ ഡയലോഗ് അടിക്കുന്നല്ലാതെ പഴയ വീരശിവൊക്കെ പറയുക. ഒറ്റൊരുത്തന്റെ ആയുധം. ഇനി എനിക്ക് ഞാൻ പെട്ടെന്ന് നിർത്താം, അല്ലാതെ ഇപ്പൊ നടക്കുകയല്ല. ഇത് പറഞ്ഞില്ലേ എനിക്ക് രാത്രി നെഞ്ചുവേദനയും വയറ്റുവേദനയും ഉണ്ടാകും. അതുകൊണ്ടാ എന്നെ ഓർത്ത് അധ്യക്ഷനോട് അനുവാദം ചോദിക്കണം. ഇത് പറഞ്ഞില്ലേ എനിക്ക് അസ്വസ്ഥത ഉണ്ടാകും. പിന്നെ വേച്ചാനും അറിയാമല്ലോ, എടുക്കുന്ന ദൂത് കൊടുത്തില്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പറ്റുമോ? എന്തിനാ എന്റെ ഉറക്കം കളയുന്നേ? ഞാൻ ഇന്ന് രാത്രി ഉറങ്ങട്ടെ. വായിച്ചേ. അപ്പൊ ഈ ആകയാൽ യുദ്ധസമയത്ത് ശൗലിനോടും യോനാഥാനോടും കൂടെയുള്ള ജനത്തിൽ ഒറ്റൊരുത്തനും വാളും കുന്തവും വാളുമില്ല, കുന്തവുമില്ല. അതാ ഗോലിയാത്ത് വെല്ലുവിളിച്ചപ്പോ പുറകോട്ട് ഓടിയത്. ഒറ്റൊരുത്തന്റെ വാളുമില്ല, കുന്തവും ആയുധമില്ല. ഇനി എത്ര പേർക്ക് ആയുധമില്ലാത്തത് കണക്കുണ്ട്? വായിച്ചേ, ആയുധമില്ലാത്തതിന്റെ കണക്ക്. ന്യായാധിപന്മാർ 5:6 മുതൽ വായിച്ചേ. എത്ര പേർക്കാണ് വാക്യമുണ്ട് കണക്ക്? ന്യായാധിപന്മാർ 5:6 മുതൽ വായിക്ക്, സമയം പോകുന്നു. അനാഥപുത്രനായ ശങ്കരൻ നാളിൽ യായാലും കാലത്ത് പാതകൾ ശൂന്യമായി, വഴിപോക്കർ വളഞ്ഞ വഴികളിൽ കൂടി നടന്നു. ദെബോരയാകുന്ന ഞാൻ എഴുന്നേക്കുന്നവരെ, ഇസ്രായേലി മാതാവായിട്ട് എഴുന്നേക്കുന്ന നാൾ വരെ നായകന്മാർ ഇസ്രായേലി അശേഷമില്ല. അവർ നൂതന ദേവന്മാരെ വരിച്ചു, ഗോപുരദ്വാരത്തെങ്കിൽ യുദ്ധം ഭവിച്ചു. അടുത്തത് ഇസ്രായേലിന് 40,000 മധ്യേ എത്ര പേർക്ക് ആയുധമില്ലാത്തത്? 40,000. 40,000 എണ്ണത്തിന് ആയുധമില്ല. നമ്മൾ പറഞ്ഞ ഭയങ്കര ഗ്രോത്താ, ഒറ്റയൊരുത്തിന് ആയുധമില്ല. നേരത്തെ ചെന്നില്ലേ സീറ്റ്, പാർക്കിങ്ങിന് വളരെ ആയുധമില്ല. 40,000 എണ്ണത്തിന് ആയുധമില്ല. ആളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ ആയുധം പലർക്കും. ഞാൻ നിർത്തുക, ബാക്കി നമുക്ക് നാളെ സഭായത്തിന് വെക്കുന്നെങ്കിൽ. 40,000 എണ്ണത്തിന് ആയുധമില്ല. ഇനി ഉള്ളത് ആർക്കാ? ആ 13-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം വായിച്ചേ. ഇപ്പൊ നമ്മൾ വായിച്ചു നിർത്തിയില്ലയോ? അല്ലല്ല മോളെ, ശാമുവേലിന്റെ 1-ാം പുസ്തകം 13-ാം അധ്യായത്തിന്റെ 19 മുതലേ നമ്മളെ വായിച്ചത് മുമ്പേ. ആ വാക്യം അതിന്റെ മേളിൽ ഒരു വാക്യോടെ ചേർത്ത് വായിച്ചേ ദൈവദാസി. ഇസ്രായേൽ തങ്ങളുടെ കൊടിയോ കലപ്പ മഴു മമ്മട്ടി എന്നിവ കാച്ചിപ്പാൻ ഫെലിസ്ത്യനിടയ്ക്ക് ചെല്ലേണ്ടി വന്നു. അടുത്തത് എന്നാ മമ്മട്ടി കലപ്പ മഴു എന്നിവയ്ക്കായിട്ട് മുടിങ്കോൽ കൂർപ്പിപ്പാനും. അടുത്ത വാക്യം, ആകയാൽ യുദ്ധസമയത്ത് ശൗലിനോടും യോനാഥാനോടും കൂടെ ജനത്തിൽ ഒറ്റയൊരുത്തന് വാളും കുന്തവുമില്ല. ഉള്ളത് ആർക്കാ? ശൗലിനും അവന്റെ മകൻ. അപ്പൊ ഇങ്ങനെ അങ്ങ് ചിന്തിച്ചോ, മിടുക്കന്മാർക്ക് ആർക്കും ആയുധമില്ല. ഉള്ളത് ശൗലിനാ, അവന് പൂതോ.
മനസ്സിലായോ? മിടുമിടുക്കന്മാരെല്ലാരും കൊണ്ട് പക്ഷെ ഒറ്റ ഒരുത്തന് ആയുധമില്ല. ഉള്ളത് ശൗലിനാ. അവന് ഭൂതം. പുള്ളിക്ക് ഭൂതം കയറുമ്പോൾ നൊരയും പതയും ചാടും. അന്നേരം ദാവീദ് കിന്നരം എടുത്ത് വായിക്കും. അന്നേരം തിരുമേനിക്ക് ഒരു അല്പം ആശ്വാസം. അതാ ചെല്ല് പറഞ്ഞേ, ഇന്നത്തെ യോഗം കഴിഞ്ഞപ്പോൾ ഒരല്പം ആശ്വാസം. എനിക്ക് ആ ഇടയ്ക്കത്തെ പാട്ട് പാടിയപ്പോൾ ഒരാശ്വാസം. അത് തിരുമേനിയുടെ ആത്മാവാണ്. ഞാൻ അധികം വിവരിക്കുന്നില്ല. ഇത് ഉപവാസ പ്രാർത്ഥന ആയതുകൊണ്ടാണ് ഈ നിലയിൽ പോയത്. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് പറഞ്ഞത്, എതിർത്ത് നിൽക്ക്, അവൻ നിന്നെ വിട്ട് ഓടിപ്പോകും. ഇത് അവൻ എതിർത്ത് വന്നപ്പോ ഇവര് പുറകോട്ട് ഓടി. ഓടാൻ കാരണം പേടിച്ചിട്ടല്ല, ഒറ്റ ഒരുത്തൻ്റെ ആയുധമില്ല. ഉള്ളതാർ എത്ര പേർക്കില്ല? 40,000 എണ്ണത്തിന് ആയുധമില്ല. ഉള്ളതാർക്കാ? ശൗലിനും മകൻ യോനാഥാനും. ആ ഉള്ളവനോ ശൗലിന് ഭൂതം. എന്നാ അവന് ഭൂതമാ, അവന്റെ കയ്യിൽ ആയുധം ഉണ്ടല്ലോ. അങ്ങേർക്ക് ഭൂതമാ, കയ്യിൽ ആയുധം ഉണ്ടെന്നാ ആയുധം എങ്കിൽ വാങ്ങാന്ന് വെച്ചാൽ അതും കുഴപ്പടിയാ. എന്താ ശൗലിന്റെ ആയുധത്തിന് കുഴപ്പം? ദാവീദ് പാടിയല്ലോ ശൗമേലിന്റെ 2-ാം പുസ്തകം 1-ാം അധ്യായത്തിന്റെ 16 മുതൽ. ശൗല് മരിച്ചപ്പോൾ ദാവീദ് ഒരു വിലാപകാവ്യം പാടിയപ്പോൾ ആയുധത്തിന്റെ കുഴപ്പടി അവിടെ രേഖപ്പെടുത്തി. വായിച്ചേ, ശമൂവേലിന്റെ 2-ാം പുസ്തകം 1-ാം അധ്യായത്തിന്റെ 16 മുതൽ താഴോട്ടുള്ള വാക്യം. ദാവീദ് അവനോട് 17 വായിച്ചു. അനന്തരം ദാവീദ് ശൗലിനെയും അവന്റെ മകനായ യോനാഥാനെയും അവന്റെ മകൻ യോനാഥാനെയും കുറിച്ച് വിലാപകാവ്യം ചൊല്ലി. അവൻ യഹൂദ മക്കളെ ധനുർഗീതം അഭ്യസിപ്പിക്കുമ്പോൾ കൽപ്പിച്ചത് ശൂരന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അടുത്തത് ഇസ്രായേലിൽ നിന്റെ വിലാപകാവ്യമാ. ഇസ്രായേലേ നിന്റെ പ്രതാപമായവൻ നിന്റെ ഗിരികളിൽ നികിതന്മാരായി പട്ടുപോയതെങ്ങനെ ഗത്തിൽ പ്രസിദ്ധപ്പെടുത്ത അസ്കലോം വീതികളിൽ ഘോഷിക്കരുത്. ഫെലിസ്ത്യ പുത്രിമാർ സന്തോഷിക്കരുത്. ഫെലിസ്ത്യ പുത്രിമാർ സന്തോഷിക്കരുത്. അഗ്രചർമ്മികളുടെ കന്യകമാർ ഉല്ലസിക്കുകയും അരുത്. ഗിൽബോവ പർവ്വതങ്ങളെ, നിങ്ങളുടെ മേൽ മഞ്ഞോ മഴയോ വഴിപാട് ദിനങ്ങളോ ഉണ്ടാകാതിരിക്കട്ടെ. അവിടെയല്ലോ വീരന്മാരുടെ പരിച എറിഞ്ഞു കളഞ്ഞത്. അടുത്ത വാക്യം. ശൗലിന്റെ തൈലാഭിഷേകത്തിന് നന്നായിട്ട് വായിക്കേ. ശൗലിന്റെ തൈലാഭിഷേകം ഇല്ലാത്ത പേടിക്കൊന്നും വേണ്ട. ഇത്രയും വായിച്ചു തന്നല്ലോ, വളരെ അഭിനന്ദിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒന്നുകൂടെ വായിച്ചു. ശൗലിന്റെ തൈലാഭിഷേകം ഇല്ലാത്ത പരിച. ശൗല് മരിച്ചപ്പോ ദാവീദ് വിലാപകാവ്യം പാടുക. അവൻ യഹൂദ മക്കളെ ധനുർഗീതം അഭ്യസിക്കാൻ കൽപ്പിച്ചു. അത് ശൂരന്മാരുടെ പുസ്തകത്തിൽ എഴുതി. ഇസ്രായേലിന്റെ പ്രതാപമായവൻ നിന്റെ ഗിരികളിൽ നിഹതന്മാരായി. അതൊക്കെ നടുങ്ങുക. ആ വാക്യം വായിക്കണം. ഇസ്രായേൽ നിന്റെ പ്രതാപമായവൻ നിന്റെ ഗിരികളിൽ. അയ്യോ പേടിയാ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലെ പുരുഷന്മാരെ ഇറക്കി നിർത്തിയാൽ തോൾപ്പക്കമുള്ളവൻ തേണ്ട കിടക്കുന്നു. ബെന്യാമീൻ ഗോത്രക്കാരൻ തേണ്ട കിടക്കുന്നു. ധനാഢ്യനായ കീശിന്റെ മകൻ തേണ്ട കിടക്കുന്നു. നടുങ്ങുക. അതുകൊണ്ടാണ് ദാവീദ് സങ്കീർത്തനത്തിൽ പാടി, നീ ദേശത്തെ നടുക്കി ഭിന്നിപ്പിച്ചെന്ന്. ശൗലിന്റെ മരണം കഴിഞ്ഞപ്പോ ദേശം കിടുകിട നടുങ്ങി. ശൗലിന്റെ മരണം എങ്ങനെയാന്നൊക്കെ വിസ്തരിക്കേണ്ടത് അതിന് ഇന്നും മുതിരുന്നില്ല. നാളെ പകല് ദൈവം അനുവദിക്കുന്നെങ്കിൽ പറയാന്ന് ചിന്തിക്കുന്നു. സ്തോത്രം. എനിക്ക് നിങ്ങൾ പലരും വചനം ആസ്വദിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇച്ചിരി സമയം കൂടെ എടുത്തത്. അല്ലെ ഞാൻ സൂക്ഷം 9 തന്നെ നിർത്തിയാനും. നിങ്ങളിങ്ങനെ മിണ്ടാതിരിക്കുന്നെങ്കിൽ നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സ്തോത്രം. അതെനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇച്ചിരി എടുത്തത്. ദൈവത്തിന് മഹത്വം. അവൻ വചനത്തിന് ശക്തിയുള്ളതാ. ഇത് അതിവേഗത്തിൽ ഓടുന്നതാ. ഇത് ക്രിയ ചെയ്യുന്ന വചനമാ. ഇത് സൗഖ്യം തരുന്ന വചനമാ. നിനക്ക് രൂപാന്തരം വരുത്തുന്ന വചനമാ. നിന്നെ ശക്തീകരിക്കുന്ന വചനമാ. ഇത് ഗുണീകരിക്കുന്ന വചനമാ. ഇളംപുല്ല് പെയ്യുന്ന മഞ്ഞ് പോലാ. ഇത് മാരി പോലാ. ഇത് അണ്ണാക്കിന് മധുരമാ. അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നതാ. ഉലയിലേക്ക് ശുദ്ധി ചെയ്യുന്നതാ. ഇന്ന് രാത്രി നിനക്ക് സൗഖ്യം തരുന്ന ദൈവത്തിന്റെ വചനമാ. നിന്റെ രോഗാത്മാവിനെ, നിന്റെ സകല കെടുതികളെ അടിച്ചു മാറ്റുന്ന ദൈവവചനം. ഇന്ന് രാത്രി വന്നതുപോലെ തിരിച്ചു പോകരുത്. എല്ലാവരും സ്വോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്ത്. അതിവേഗത്തിലോടുന്ന വചനം, നിന്നെ സൗഖ്യമാക്കുന്ന വചനം, നിന്റെ ബന്ധനങ്ങളെ അടിക്കുന്ന വചനം, കെട്ടുകളെ പൊട്ടിക്കുന്ന വചനം. അന്തൽക്കട്ടി വാദിക്കടയ ഊടക്കമ്പല വെള്ളിക്കട്ടി ഊടച്ചാര ധീരപട്ട ഉടതുരാതരാതല. യേശുവിന്റെ നാമത്തിൽ ജയം.
എല്ലാ പോരുകളും ഇന്ന് രാത്രി അറിയട്ടെ. വചനത്തിന്റെ ശക്തി, വചനത്തിന്റെ ശക്തി. അടത്തുര തുകത്തുര അടവനെ വൈശസ് കൈഡി അർദ്ധരാജ വൈഡബല ബടബല ബടബല. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന്